ഇസ്ലാമിന്റെ ആവശ്യവും തേട്ടവും പരിഗണിച്ചുകൊണ്ട് കൈ മെയ് മറന്ന് പണം ചെലവഴിക്കൽ ഒരു ശീലമായി, ഒരു സ്വഭാവമായി സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ഉദ്ബോധിപ്പിക്കുന്ന അധ്യായമാണ് സൂറ അൽ ഹദീദ്. അങ്ങനെ അല്ലാഹുവിന്റെ ദീനിന്റെ വിജയത്തിനും അതിന്റെ യശസ്സിന്റെ വർധനവിനും വേണ്ടി ഈ പ്രതിസന്ധികളിലൂടെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ചെലവഴിച്ചും യുദ്ധം ചെയ്തു. മക്കം ഫത്ഹ് വരെയുള്ള, അല്ലെങ്കിൽ ഹുദൈബിയ സന്ധി വരെയുള്ള, ശേഷം മക്കം ഫത്ഹ് വരെയുള്ള ആ കാലയളവുകളിൽ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്ത ആളുകൾ, അവർക്കാണ് ഈ രംഗത്ത് ഉയർന്ന ദർജ, ആർന്നമ ദർജ, ഉയർന്ന പദവി എന്നും. വിജയം വന്ന് ഭവിച്ചതിന് ശേഷം വിജയിയായി നിൽക്കുന്ന ഇസ്ലാമിക സമൂഹത്തിൽ, ഇസ്ലാമിക രാഷ്ട്രത്തിൽ അതിന്റെ ഉത്തരവാദിത്വവും അതിന്റെ സംരക്ഷണവും ആഗ്രഹിച്ചുകൊണ്ട് ധനം ചെലവഴിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് പുണ്യമുണ്ടെങ്കിലും അവർക്ക് അളവമ ദർജയില്ല. അളവമ ദർജ 10ന് മുമ്പ് ചെലവഴിച്ചവർക്കും യുദ്ധം ചെയ്തവർക്കുമാണ്. എന്നാൽ കുല്ലൻ വഅദല്ലാഹു ഹുസ്ന, എല്ലാവർക്കും അല്ലാഹു പുണ്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പുണ്യത്തിൽ വ്യത്യാസമുണ്ട്, ഡിഗ്രി വ്യത്യാസമുണ്ട്, പദവി വ്യത്യാസമുണ്ട്. എന്നിങ്ങനെ വളരെ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ സങ്കീർണമായ സാഹചര്യങ്ങളിൽ ചെലവഴിക്കുന്നതിന് വലിയ പുണ്യമുണ്ടെന്നും, വളർന്നു കഴിഞ്ഞ എസ്റ്റാബ്ലിഷ്ഡായ ഒരു സംവിധാനത്തിൽ അതിന്റെ ആളുകളായി രംഗത്ത് വരികയും ചെലവഴിക്കുകയും ചെയ്യുന്നതിന് പുണ്യമുണ്ടെങ്കിലും അവർക്ക് പദവി വ്യത്യാസമുണ്ട് എന്നും എക്കാലത്തും ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് നമ്മെ ബോധവൽക്കരിക്കുക കൂടിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഓതി വെച്ച ആയാത്. ഈ തുടർച്ചയിൽ ഇസ്ലാമിന്റെ താല്പര്യവും നേട്ടവും പരിഗണിച്ചുകൊണ്ട് ആവശ്യമുള്ളിടത്ത്, ആവശ്യമായിട്ടുള്ളിടത്ത് വേണ്ടത് ചെയ്യാൻ തയ്യാറാകാതിരിക്കൽ, ഇസ്ലാമിന്റെ താല്പര്യം പരിഗണിക്കാതിരിക്കൽ നിഫാഖിന്റെ അടയാളമാണ് എന്ന്. ഇസ്ലാമിന്റെ നേട്ടവും താല്പര്യവും പരിഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കലാണ് ഈമാന്റെ താല്പര്യം. ഒരു വലിയ ആശയമായി നമ്മൾ സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആവശ്യപ്പെടുന്നതനുസരിച്ച് ഇസ്ലാമിന്റെ മാർഗത്തിൽ വിശ്വാസം ഉൾക്കൊണ്ടും ഇസ്ലാമിന്റെ സംസ്കാരം സ്വീകരിച്ചും ഇസ്ലാമിന് വേണ്ടി എഴുന്നേറ്റുന്നു, അതിനുവേണ്ടി സമ്പത്തും ശരീരവും വ്യയം ചെയ്ത് പ്രവർത്തിക്കുന്നവർ അവരാണ് അൽ-മുഅ്മിനൂന വൽ-മുഅ്മിനാത്ത്. അവർക്ക് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ പ്രത്യേകമായ പ്രകാശം അവർക്കുണ്ടാകും. അവരെ മലക്കുകൾ വലയം ചെയ്യും. അവർക്ക് പ്രത്യേകമായ പ്രകാശം ഉണ്ടാകും. ആ പ്രകാശം അവർക്ക് സ്വർഗപ്രവേശനത്തിന്റെ അടയാളമാണ് എന്ന്. ആ പ്രകാശം ഓരോരുത്തരുടെയും ഈ കർമ്മരംഗത്തുള്ള മാറ്റും മഞ്ചും അനുസരിച്ച് കൂടിയിരിക്കുമെന്ന്. ചിലർക്ക് കാൽപാദത്തിൽ മാത്രമായിരിക്കും വെട്ടമെങ്കിൽ വേറെ ചില ആൾക്ക് മുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന പ്രകാശമായിരിക്കും. പിന്നെയും ചില ആൾക്ക് കാതങ്ങളോളം പ്രകാശമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മദീന മുതൽ ഏദൻ വരെ നീണ്ടുകിടക്കുന്ന പ്രകാശം, അത്രയും ദൂരത്തേക്ക് പ്രകാശം ഉണ്ടാകും. അപ്പൊ ഈ പ്രകാശമുള്ള ആളുകൾ പ്രകാശത്തിൽ കുടിച്ചു നിൽക്കെ അപ്പുറത്തെ പ്രകാശമില്ലാതെ ഇരുട്ടിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അവരും ഇസ്ലാമിന്റെ നേട്ടം അറിഞ്ഞ് പ്രവർത്തിക്കാത്ത മുനാഫിക്കുകളാണ്. അത് ഈ സമുദായത്തിൽ തന്നെ, പുറത്തുള്ളവരല്ല. അവര് ഈ മുഅ്മിനീങ്ങളോട് ഇത്തിരി പ്രകാശം ഞങ്ങൾക്കുണ്ടാകും, ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നവരാണ്, അതുകൊണ്ട് ഒന്നുറൂന ഞങ്ങളത് പരിഗണിക്കണം, നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് പോവല്ല, നിങ്ങളവിടെ നിങ്ങൾക്ക് വെയിറ്റ് ഞങ്ങൾ കൂടി വരട്ടെ, നൂരിക്കും നിങ്ങളുടെ പ്രകാശത്തിൽ ഞങ്ങൾ പൊത്തിയെടുക്കട്ടെ, നിങ്ങളെ വിളിച്ചതിൽ ഞങ്ങൾക്കുണ്ടാ എന്നവർ പറയുമ്പോ അവർക്കിടയിൽ ഒരു മതിൽ സ്ഥാപിതമാകുന്നു. അവർ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളെ പരസ്യമായി അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ കുഴപ്പത്തിലാക്കി, വലാകിനും ഫതൻതും അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കുഴപ്പത്തിലാക്കി, വതറബ്ബസ്തും നിങ്ങൾ അവസരവാദികളായിരുന്നു, വർത്തബ്തും നിങ്ങൾക്ക് ഏതും സംശയമായിരുന്നു. ഇസ്ലാം അതിന്റെ സമഗ്രതയെ ഉൾക്കൊണ്ടുകൊണ്ട് അത് വിജയിക്കും, അത് നിലനിൽക്കും, അത് വളരും എന്ന് ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറായില്ല. നിങ്ങൾക്ക് പലപ്പോഴും നടപ്പാകുമോ, ഇതൊക്കെ ശരിയാവുമോ, ഇസ്ലാമൊക്കെ നോക്കിയെടുത്ത് ജീവിക്കാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള സംശയാലുക്കളായിരുന്നു നിങ്ങൾ. അതുകൊണ്ട് അമാനിയും നിങ്ങളുടെ വ്യാമോഹങ്ങളെ വഞ്ചിച്ചു,
അതിൽ നിങ്ങൾ പെട്ടുപോയി എന്നല്ല. യഥാർത്ഥ അള്ളാഹുവിന്റെ കൽപ്പന വരുവരെ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായില്ല. പിശാച് നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു, നിങ്ങൾ പിശാചിന്റെ കൂടെയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രകാശം കൊളുത്തിയെടുക്കാൻ കഴിയില്ല എന്ന് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും പറയുന്ന നിമിഷം അവർക്കുള്ള ഒരു വലിയ മതിൽ സ്ഥാപനമാകുന്നു. ആ മതിലിന് അകത്ത് ഉള്ള ഈ വിശ്വാസികൾ സ്വർഗത്തിലായിരിക്കുമെന്നും അല്ലാത്തവർ പുറത്തായിരിക്കുമെന്നും ഈ മതിലിന് ഒരു വലിയ ബാവുണ്ടാകുമെന്നും, വാതിൽ ഗേറ്റ്, അതിലൂടെ അങ്ങോട്ട് നോക്കുമ്പോൾ ഇവർ അനുഭവിക്കുന്ന റഹ്മ, കാരുണ്യം, അനുഗ്രഹം അവർക്ക് കാണാനാവുന്നു. മതിലിന് ഇപ്പുറത്ത് പെട്ടവർ അവർക്ക് യഥാർത്ഥ അവർക്ക് കഠിനമായ ശിക്ഷയാണ് ഉണ്ടാവുക എന്നൊക്കെ വളരെ കൃത്യമായി വിശദീകരിച്ചു. അപ്പൊ ഇസ്ലാമിന്റെ നേട്ടവും താല്പര്യവും പരിഗണിച്ച് ജീവിച്ചും പ്രവർത്തിച്ചും മുന്നോട്ട് പോയവർ, അങ്ങനെയുള്ള വിശ്വാസികളും വിശ്വാസിനികളും അവരാണ് സ്വർഗ്ഗാവകാശികൾ. അവർക്കാണ് പരലോകത്ത് പ്രകാശം. അവരാണ് പ്രാർത്ഥിക്കുക. സൂറത്ത് തഹ്രീമിൽ പറഞ്ഞതുപോലെ റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞങ്ങളുടെ പ്രകാശം അവസാനം വരെ നീട്ടി തരണേ, അത് പൂർത്തീകരിച്ചു തരണേ, ഞങ്ങളിൽ അവശേഷിക്കുന്ന പാപങ്ങളും പുറത്തു തരണേ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ എന്നവർ പ്രാർത്ഥിക്കുന്ന ഭാഗം സൂറത്ത് തഹ്രീമിലുണ്ട്. അങ്ങനെ അവർ സ്വർഗ്ഗാവകാശികൾ. എന്നാൽ ഈ നേട്ടം പരിഗണിക്കാതെ പോയ മുസ്ലിമീങ്ങൾ തന്നെ അവർ മുനാഫിഖൂൻ, അവർ മുനാഫിഖാത്ത്, അവർ കപടവിശ്വാസികളായ പുരുഷന്മാരും കപടവിശ്വാസികളായ സ്ത്രീകളുമാണ്. അവരാവട്ടെ യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിൽ അകപ്പെടുകയും അവർക്ക് കാര്യങ്ങൾ നേരെ ചൊവ്വേ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുകയും ഇപ്പോൾ ദുരന്തം ഏറ്റുവാങ്ങുകയും അവസാനം അവരും ഇസ്ലാമിനെ അറിവ് നിഷേധിച്ച കുഫാറുകളും ഒന്നിച്ച് നരകത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞ ഭാഗമാണ് അവസാനമായി നാം സൂറ ഹദീദിലെ 15-ാമത്തെ ആയത്ത് ബോധിപ്പിച്ചുകൊണ്ട് വിശദീകരിച്ചത്. അതിന് തുടർച്ചയിലാണ് ഇപ്പോൾ ബോധിപ്പിച്ച സൂക്തങ്ങൾ. ഈ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 രീതിയിൽ സമർപ്പിച്ചു. ഹദീദിന്റെ ഘട്ടങ്ങൾ വിശദീകരിച്ച് അറിയാൻ പറ്റും. ആദ്യ ഭാഗത്ത് അവന്റെ കുതിരത്തിനെ ശരിക്കും വാഴ്ത്തി അള്ളാഹ് നിങ്ങൾ കണക്കാക്കുന്നത് പോലെ കണക്കാക്കണമെന്ന് മതിയായ തെളിവുകൾ പറഞ്ഞു. അവൻ അസീസാണ്, ഹക്കീമാണെന്ന് സമർപ്പിച്ചു. പ്രതാപവാനും അജയ്യനും യുക്തിജനുമായ നാഥനെ വിട്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത്, അവനിലേക്ക് തിരിഞ്ഞു നടക്കണം. അവനെ കുറിച്ച് ശരിക്കും ബോധ്യം ഉണ്ടാവണം. അവനെ കുറിച്ച് ശരിക്കും ബോധ്യമുള്ളവർക്ക് അവന്റെ കൽപ്പന പാലിക്കാൻ കഴിയും. അപ്പൊ ആ ഭാഗം ശരിക്കും ഒരു ഖണ്ഡിക വിശദീകരിച്ചു. അതിനുശേഷം മദീനയിലെ അവസ്ഥ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കാൻ ശക്തമായ ആഹ്വാനം ഉണ്ടായി. ആ ആഹ്വാനം അറിഞ്ഞുകൊണ്ട് ചെലവഴിക്കാൻ, അള്ളാന്റെ മാർഗത്തിൽ കടം കൊടുക്കാൻ, ആരാണ് അള്ളാഹ് ഏറ്റവും നല്ല കടം കൊടുക്കാനുള്ളതെന്ന് ചോദ്യം ഉൾപ്പെടെ സമ്പത്ത് ചെലവഴിക്കാനുള്ള വലിയ പ്രേരണയുണ്ട്. ചെയ്യാതിരുന്നാൽ ഉണ്ടാകാൻ ദുരിതമൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടാമതൊരു ഖണ്ഡിക വിശദീകരണം കഴിഞ്ഞു. ഈ 2 ആശയം, ഒന്നാമത്തെ അള്ളാഹുവിന്റെ കുതിരത്തിനെ കുറിച്ച് പഠിപ്പിച്ചാൽ തന്നെ നേരെ ചൊവ്വേ അറിയുന്നവർക്ക് അംഗീകരിക്കില്ല. രണ്ടാമത് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് അവന്റെ ദീനിന്റെ വളർച്ചക്കും ഉയർച്ചക്കും പണം ചെലവഴിക്കലാണ് എന്ന് കൃത്യമായിട്ട് വെളിപ്പെടുത്തി പറഞ്ഞാൽ പിന്നെ അത് കേൾക്കുന്ന ഒരു വിശ്വാസം ഇരുവാങ്ങാൻ കഴിയില്ല. അത്രയും പറഞ്ഞിട്ട് ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ, ഈ രീതി സ്വീകരിച്ച് അള്ളാഹ് പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ തയ്യാറില്ല എങ്കിൽ പരലോകത്തെ അനുഭവം ഇതാ എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ആ പരലോക അനുഭവങ്ങൾ വിശദീകരിച്ചത്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി ഈ പറയുന്ന ഭാഗങ്ങളിലൂടെ കടന്നുപോയി കാര്യങ്ങൾ മനസ്സിലാക്കിയ വിശ്വാസികൾ അവർ യഥാവിധി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്നും അവർക്ക് അവരുടെ പ്രകാശവും സ്വർഗവും, യഥാവിധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അല്ലെങ്കിൽ മനസ്സിലായിട്ടും കൊണ്ടം കളിക്കുന്ന അല്ലെങ്കിൽ കാപ്പട്ടി കാണിക്കുന്ന അത്തരം ആളുകൾ ശിക്ഷയാണ് ഉണ്ടാവുക എന്ന്. ആ ശിക്ഷ അനുഭവിക്കേണ്ടിയുള്ള മുനാഫിഖീങ്ങളും ഈ ഇസ്ലാമിനെ അറിഞ്ഞു നിഷേധിച്ച കുഫാറുകളും അവർ ഒന്നിച്ചാണ് നരകത്തിൽ പോകുക എന്നും വിശദീകരിച്ചുകൊണ്ട് പരലോകത്തിന്റെ ഗൗരവവും പറഞ്ഞു വെച്ചു. ഇങ്ങനെ 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഈ സൂറ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും അവിടെയാണ് ഇനി പറയുന്ന വിഷയം. മനസ്സിലാക്കാവുന്ന സകല രീതിയിൽ സ്വീകരിച്ചു. നിങ്ങൾ അറിയണം, മനുഷ്യനെ കാര്യങ്ങൾ ബോധവൽക്കരിക്കാൻ ഏറ്റവും നന്നായി കഴിയുന്നവൻ തമ്പുരാനാണ്. പിന്നീട് തമ്പുരാന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത രീതിയാണ്. അന്ന് പറയുമ്പോൾ ഗൗരവത്തിൽ പറയും, ഉദാഹരണം വെച്ച് പറയും, വസ്തുതകൾ വെച്ച് പറയും, ചരിത്രം വെച്ച് പറയും, ദൃഷ്ടാന്തം ഉന്നയിച്ച് പറയും, മുൻകഴിഞ്ഞ സമുദായത്തിന്റെ പാഠങ്ങൾ വെച്ച് പറയും. ഇതൊക്കെ പഠിപ്പിക്കുന്ന രീതിയാണ്. ഖുർആൻ ശൈലിയിൽ നമുക്ക് കാണാം. അതിൽ പ്രാപഞ്ച ദൃഷ്ടാന്തങ്ങൾ പറയും, മുൻകഴിഞ്ഞു പോയ സമുദായത്തിന്റെ കഥകൾ പറയും, ചരിത്രങ്ങൾ പറയും, ഉപമകൾ പറയും, പ്രോത്സാഹനങ്ങൾ ഉണ്ടാകും, ശിക്ഷ കൊണ്ട്
താക്കീതുണ്ടാകും, സ്വർഗം കൊണ്ട് സമ്മാനിതരാകുമെന്ന് പറയും. ഇങ്ങനെ വ്യത്യസ്ത രീതി സ്വീകരിച്ചുകൊണ്ട് ഓരോ ആശയങ്ങൾ ഇട്ടു തരികയാണ് ഖുർആൻ. അല്ലാഹു പഠിപ്പിക്കുന്ന രീതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സറിഞ്ഞുകൊണ്ട് വിളമ്പാൻ കഴിയുന്ന മഹാവ്യക്തിത്വമാണ്. മനഃശാസ്ത്രപരമായ സമീപനം സ്വീകരിച്ചു വളരെ ശാന്ത ഗംഭീരമായ രീതിയിൽ വസ്തുതകൾ ഉന്നയിച്ചും ചോദ്യങ്ങൾ ചോദിച്ചും വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാണിച്ചും ചിലപ്പോൾ സംഭവം പറഞ്ഞും ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ തിരുനബിയുടെ ഗുരുമുഖത്ത് നിന്ന് നടന്ന ക്ലാസുകൾ നമുക്ക് കാണാം. അവിടെയും പഠിപ്പിക്കുന്ന ഒരു ബോധന രീതിയുണ്ട്, ഒരു പഠന ബോധന രീതി. അതനുസരിച്ച് റസൂലുള്ളാഹി പഠിക്കുന്നു. അപ്പൊ ഇതെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ പറ്റുന്ന എല്ലാ വശങ്ങളും ചേർത്ത് വെച്ച 100% പെർഫെക്റ്റ് ആയിട്ടുള്ള പഠന ബോധന രീതിയാണ്. അതാണ് ഖുർആന്റെ ശൈലി, അതാണ് തിരുനബിയുടെ ശൈലി. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടും അലം യഖീനി ലില്ലദീന ആമനു, ഇനിയും വിശ്വാസികളായി നിങ്ങൾക്ക് സമയമായില്ല അല്ലേ? നമ്മൾ പഠിക്കേണ്ട ഭാഗം ഓതി വെക്കുന്നു. ഇപ്പോൾ മുഖത്ത് ഓതി വെച്ച ആദ്യ ആയത്ത് സൂറ അൽ-ഹദീദിലെ 16-ാമത്തെ സൂക്തം. അലം യഖീനി ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് ഇനിയും സമയമായില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഭയം കൊണ്ട് ഭയഭക്തി കൊണ്ട് നിർഭരമായി തീരാൻ ഇനിയും സമയമായില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ ഖുശൂഉണ്ടാകാൻ ഇനിയും സമയമായില്ലേ? നേരെ പറഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടും നിങ്ങളുടെ മനസ്സ് പിടിക്കുന്നില്ല അല്ലെ? നിങ്ങൾക്ക് ഖുശൂഉ ഉണ്ടായി വരുന്നില്ല അല്ലെ? അലം യഖീനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും, സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ പ്രകമ്പനം കൊള്ളാൻ ഖുശൂഉള്ള അവസ്ഥയിൽ പടച്ചവനെ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറാൻ ഇനിയും സമയമായില്ലേ? ഈ ദിക്റില്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട്, അവനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൊണ്ട്, അവൻ ഇറക്കി തന്ന ഈ ഹക്ക്, യാഥാർത്ഥ്യം, സത്യം, അവൻ അവതരിപ്പിച്ച ഈ സത്യം കൊണ്ടും അവനെ കുറിച്ചുള്ള ദിക്ർ സ്മരണ കൊണ്ടും നിങ്ങളുടെ ഹൃദയങ്ങൾ ഇനിയും പ്രകമ്പനം കൊള്ളാനായില്ലേ? നിങ്ങൾക്ക് എന്ത് പറ്റി കൂട്ടരെ? നിങ്ങൾക്ക് ഭയമില്ലാതായി പോയോ? നിങ്ങളുടെ ഹൃദയം കിടുങ്ങുന്നില്ലേ? നിങ്ങൾക്ക് ഒരു പേടിയുമില്ലാത്ത പോലെ, നിങ്ങളെ സ്വാധീനിക്കാതെ വരുന്നതുകൊണ്ടാണ് എന്നിങ്ങനെ അങ്ങ് ചോദിക്കുക. വിശ്വാസികളോടാണ് ചോദ്യം. അപ്പുറത്ത് നിൽക്കുന്ന കുഫാറുകളോടോ ഇപ്പുറത്ത് നിൽക്കുന്ന ധിക്കാരികളോടോ അവരോടൊക്കെ സഹിക്കാമായിരുന്നു. നമ്മളോടായി പറയുന്നത് ഇത്രയും കൃത്യമായി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, അല്ലാഹുവിനെ ഉൾക്കൊണ്ട് അവന്റെ കൽപ്പനക്ക് ഉത്തരം ചെയ്യണം, അവൻ അസീസാണ്, ഹക്കീമാണ്. രണ്ട്, അവന്റെ ദീനമാർഗങ്ങളിൽ നേട്ടങ്ങൾ പാലിച്ച് പണിയെടുക്കാൻ സമ്പത്തും ശരീരവും അതിനുവേണ്ടി കൊടുക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല കടവും നൽകണം. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടേതല്ല, അവൻ നിങ്ങളെ സംരക്ഷണം ഏൽപ്പിച്ചിരിക്കുക. നിങ്ങൾ കസ്റ്റോഡിയന്മാർ മാത്രമാണ്. നിങ്ങളുടെ പണം നിങ്ങളുടേതല്ല, അള്ളാഹുവിൻ്റെതാണ്. അതിന് കൊടുക്കണം എന്നൊക്കെ ഗൗരവത്തിൽ പഠിപ്പിച്ചു. മൂന്നാമതായി, അങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ നേരെ ചൊവ്വേ നിങ്ങൾ പാലിച്ചില്ല എങ്കിൽ പരലോകത്ത് ഇന്ന അനുഭവങ്ങൾ ഉണ്ടാകും എന്ന് ശരിക്കും ഒരു ചിത്രം, പരലോകത്തെ ദുരനുഭവത്തിന്റെ ഏറ്റവും സുന്ദരമായ ചിത്രീകരണം നടത്തി. ആ ചിത്രീകരണം ഒരു സ്റ്റേജിൽ അവതരിപ്പിച്ചാൽ യഥാർത്ഥത്തിൽ സന്തോഷത്തോടുകൂടി സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയും നിരാശരായി നിൽക്കേണ്ടി വരുന്ന ഗതിമുട്ടിയവരുടെ അവസ്ഥയും ഒരുപോലെ കാണാമായിരുന്നു. നല്ല ഒരു രംഗമാണ് നേരത്തെ വർണ്ണിച്ചു വെച്ചത്. അപ്പൊ ആ ചിത്രവും നിങ്ങളെ പഠിപ്പിച്ചു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്കൊരു കുലുക്കൂല അല്ലേ? നിങ്ങൾ കുലുക്കുന്നില്ല അല്ലെ? നിങ്ങൾക്ക് ഭയം ഉണ്ടാവുന്നില്ല അല്ലെ എന്ന് അന്ന് ചോദിക്കാം. അപ്പോ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ കഴിഞ്ഞു പോയ കാര്യം ആവർത്തിച്ചത് 3 സ്റ്റെപ്പായി. ഈ അധ്യായത്തിൽ പടച്ചതമ്പുരാൻ ഉദ്ദേശിക്കുന്ന കാര്യം വ്യത്യസ്ത ശൈലിയിലും രീതിയിലും പഠിപ്പിച്ച് മനസ്സിലാക്കിയിട്ടും എനിക്കും നിങ്ങൾക്കും ഈ അധ്യായം പഠിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ ഹൃദയം ഇടുങ്ങുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന നിഫാഖിന്റെ അംശലേശം ഹൃദയത്തിൽ എവിടെയോ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അതൊന്നുമില്ല, അതൊക്കെ ആകർഷിക്കുമാറാവട്ടെ. ഇതാണ് നിഫാഖ്. ഈ തൊട്ട് മുമ്പത്തെ ആയത്തിൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത് വിശദീകരണമുണ്ട്. അൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, കപട വിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും അവർ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. നിങ്ങളറിയണം, കാപ്പട്യത്തെയാണ്, നിഫാഖിനെയാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിലെ മുൻഗാമികൾ ഭയക്കുന്നത്. കാപ്പട്യം വന്നു പോയാൽ ഭയം ഉണ്ടാവില്ല. നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം പടച്ചവന്റെ ശിക്ഷയെ ഭയമില്ല എന്നതാണ്. ഞാൻ വലിയ പരിസരം ഇങ്ങനെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു അവസരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി, ലക്ഷണമൊത്ത മുസ്ലിം ആരെന്ന ചോദ്യത്തിന്
നമ്മൾ സാധാരണ മറുപടി നന്നായി നിസ്കരിക്കുന്നവൻ, നന്നായി നോമ്പെടുക്കുന്നവൻ, വിവാദാത്തുകൾ ചെയ്യുന്നവൻ, എഴുത്തിക്കാവും കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇസ്ലാമിൻ്റെതായ വേഷവിധാനം സ്വീകരിച്ചവർ, നല്ല രീതിയിൽ താടി തൊപ്പിയൊക്കെ വെച്ച നല്ല പുരുഷന്മാർ, നന്നായി മഫ്തയും പറഞ്ഞു ധരിച്ച നല്ല സ്ത്രീകൾ, ഇവരൊക്കെയാണ് ലക്ഷണമൊത്ത മുസ്ലിമീങ്ങൾ എന്ന് നമ്മൾ പറയുമെങ്കിൽ ഉത്തരം തെറ്റാണ്. ലക്ഷണമൊത്ത മുസ്ലിമീങ്ങൾ ആരാ? ലക്ഷണമൊത്ത മുസ്ലിമീങ്ങൾ അള്ളാന്റെ ശിക്ഷയെ ഭയമുള്ളവരാണ്. അള്ളാന്റെ ശിക്ഷയെ ഭയമില്ലാത്തവർ നല്ല നിസ്കാരക്കാരേണ്ടത കാര്യം ഒരു കാര്യം ഉണ്ടാവില്ല. അവർ നിസ്കരിക്കുന്നതോടൊപ്പം അന്യായം ചെയ്യാൻ വഴി ഉണ്ടാവില്ലല്ലോ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ലക്ഷണമൊത്ത നല്ല മുഅ്മിനീങ്ങൾ നന്നായി ഇസ്ലാമിന്റെ ഹാവഭാവങ്ങളും വേഷഭൂഷാദികളും സ്വീകരിച്ചവരാണ് എങ്കിൽ ആ ഉത്തരം തെറ്റാ. ഇസ്ലാമിന്റെ വേഷഭൂഷാദികളും ഹാവഭാവങ്ങളും സ്വീകരിച്ചിട്ടും ഇസ്ലാമിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ മടിയില്ലാത്തവരുടെ എണ്ണം പെരുകി വന്നൊരു കാലഘട്ടമാണ് നമ്മുടെ. അപ്പോ എന്താണ് പ്രശ്നം? പ്രശ്നം ഇതാണ്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ് ലക്ഷണമൊത്ത മുസ്ലിമീങ്ങൾ. അവർക്കാണ് നന്നാവാൻ സാധിക്കുക, അവർക്കാണ് ഇഖ്ലാസ് പുലർത്താൻ കഴിയും, അവർക്ക് കർമ്മങ്ങൾ നന്നാക്കാൻ കഴിയും, അവർക്ക് പരലോകത്തെ കണ്ട് ഇഹലോകത്ത് ജീവിക്കാൻ കഴിയും. അവർക്കാണ് അവരുടെ താല്പര്യവും ദീനിന്റെ താല്പര്യങ്ങളും ഏറ്റുമുട്ടുമ്പോൾ അവരുടെ താല്പര്യങ്ങളെ വലിച്ചെറിഞ്ഞ് ദീനിന്റെ താല്പര്യത്തെ എതിർക്കാൻ കഴിയും. അങ്ങനെയാണ് സംഭവിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ചൊരു അനുഭവം കഴിഞ്ഞ ഒരു നസീഹത്തിൽ തറാവീഹിന് മുമ്പുള്ള ഒരു ചെറിയ സമയത്ത് ഈ ഉള്ളവൻ ബോധിപ്പിച്ചിരുന്നു. എല്ലാവരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം രാത്രി വേഷം മാറി സഞ്ചരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ അറിയാൻ. അങ്ങനെ വേഷം മാറി സഞ്ചരിക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ ഗല്ലിയിലേക്ക് അല്ലെങ്കിൽ ഓരോ ഇടനാഴിയിലേക്ക്, ഇവിടെ തിരുവിതാംകൂർ ഭാഷ ഓരോ മുടുക്കിലേക്ക് കയറും. മനുഷ്യന്മാരെ താമസിക്കുന്ന ഗല്ലികളിലേക്ക് അവിടെ നിന്നും എല്ലാ സംഗതികളും കണ്ടാൽ ശ്രദ്ധിക്കും. അതിനാണ് പോകുന്നത്. അങ്ങനെ ഒരു ഇടനാഴിയിലേക്ക് കയറിയപ്പോ, ഒരു സ്ഥലത്തേക്ക് കയറിയപ്പോ വീട്ടിൽ വിളക്ക് കത്തുന്നു, ഒരു വീട്ടിൽ പ്രകാശം കത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം അങ്ങോട്ട് ഒട്ടകത്തെ തെളിച്ചു. വീടിനോട് അടുക്കാനായപ്പോൾ പാരായണത്തിന്റെ ശബ്ദബീജികൾ കേൾക്കുന്നു. അപ്പൊ അദ്ദേഹം കുറച്ചുകൂടി ഉത്സുകനായി. വിശുദ്ധ ഖുർആൻ പാരായണമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉത്സുകനായിട്ട് അദ്ദേഹം കുറച്ചുകൂടി ഒട്ടകത്തെ മുന്നോട്ട് നയിച്ചപ്പോ 2 സൂക്തങ്ങൾ വ്യക്തമായി കേൾക്കാനായി. പെടുന്നതിനെ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റി. 2 ആയാത്തുകൾ. ആ 2 സൂക്തങ്ങൾ കേട്ട മാത്രമേ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിറക്കാനും വിയർക്കാനും തുടങ്ങി. അദ്ദേഹം ശരീരം താഴ്ന്നുപോയി. ഒട്ടകപ്പുറത്ത് നിന്ന് വീണു പോകുമ്പോൾ ഭയന്നിട്ട് അദ്ദേഹം ഒട്ടകപ്പുറത്ത് താഴെ ഇറങ്ങി ഒട്ടകത്തിൽ ചാരി കുറെ നേരം നിന്നു. അങ്ങനെ നിൽക്കാൻ കഴിയാതെ വന്നപ്പോ ആ വീടിന്റെ മതില് ചാരി ഇരുന്നു. ഇനിയും അങ്ങനെ ഇരുന്നു പോയാൽ പ്രമാദമാകുകയും ജനങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുമോ എന്ന് ഭയന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ച് വേച്ച് നടന്നു. തന്റെ വീട്ടിലേക്ക് നടന്നു. പിറ്റേന്ന് പ്രമാദം മുതൽ സഹപ്രവർത്തകർ കാണുന്ന നിത്യമാകുന്ന മൂടോപ്പായിരുന്നു. നമ്മുടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉന്മേഷമില്ല. ഒരു ഉന്മേഷം കിട്ടതുപോലെ നിസ്കരിക്കാൻ വരും, പള്ളിയിൽ നിന്ന് വിട്ടുപോകും, അടുത്ത ഭക്തന് വരും, പിന്നെയും വിട്ടുപോയിരിക്കും. അപ്പൊ സഹാബത്ത് കൂടുതലവർക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. വളരെ രോഗവും പിടിപ്പെട്ട ഉമറിന് അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹു അവർ ചെന്നിട്ട് ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ അങ്ങനെ എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ നമ്മുടെ ആളുകളുടെ അവസ്ഥ അറിയാൻ സാധാരണ ചെയ്യും പോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ 2 ആയാത്തുകൾ രാത്രി നമസ്കാരത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ പാരായണത്തിലെ 2 ആയാത്തുകൾ എന്റെ ഹൃദയത്തിൽ അങ്ങ് തറച്ചു. അത് അപ്പോൾ ഇറങ്ങിയതുപോലെ എനിക്ക് തോന്നി. അതെന്റെ ശരീരത്തിൽ തളർത്തി കളഞ്ഞു. എനിക്ക് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഞാൻ വല്ലാതെയായി പോയി. ആ ആയാത്തുകൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചതിന്റെ ഭാഗമാണ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയായി പോയത് എന്ന് പറഞ്ഞിട്ട് ആ 2 ആയത്ത് ഓതി കേൾപ്പിച്ചത്രേ. ആയാത്തുകൾ ഇതായിരുന്നു: ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാ ലഹു മിൻ ദാഫിഉ. ഇന്ന അദാബ റബ്ബിക ലവാഖിഉ. നിന്റെ നാഥന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും. മാ ലഹു മിൻ ദാഫിഉ. അത് തടുക്കാൻ നിങ്ങൾക്ക് ആർക്കും സാധ്യമല്ല. അല്ലാഹുവിന്റെ ശിക്ഷയെ തടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇവിടെ നിങ്ങൾ എന്തിന് കുതിര മാറിയാലും എന്തിനെ മറികടക്കാൻ കഴിഞ്ഞാലും ഇവിടെ നിങ്ങൾക്ക് ഏതേത് സ്വാധീനം കൊണ്ട് ഏതേത് തലത്തെ അട്ടിമറിക്കാൻ സാധിച്ചാലും പടച്ചവന്റെ കൽപ്പന ധിക്കരിച്ചതിന്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കേണ്ട ശിക്ഷ ഭവിക്കുക തന്നെ ചെയ്യും. അത് തടയാൻ ആർക്കും സാധ്യമല്ല.
കേട്ടപ്പോ അത് അപ്പോൾ ഇറങ്ങിയതുപോലെ അത് തോന്നിയതാണ്. ശിക്ഷയെ കുറിച്ചുള്ള ഖുർആനിക ആയാത്തുകൾ കേൾക്കുമ്പോൾ മനസ്സ് ഇത്രമേൽ പെടാപ്പെടുന്ന, പങ്കപ്പാടുപെടുന്ന, പടക്കുന്ന, വിറക്കുന്ന, വിതുമ്പുന്ന, തളരുന്ന ഒരു വല്ലാത്ത അവസ്ഥാവിശേഷം നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നുവെങ്കിൽ അതാണ് ഇസ്ലാമിന്റെ ലക്ഷണം. അതാണ് ലക്ഷണം മുസ്ലിമിന്റെ രീതിശാസ്ത്രം. പക്ഷേ നമുക്കിത് ശിക്ഷയെ ഭയമില്ല. നാം ഓടിക്കൊണ്ടിരിക്കുന്ന സൂറകളിൽ ഒരുപാട് രംഗത്ത് ശിക്ഷയെ കുറിച്ച് വരുന്നുണ്ട്. പരലോകത്തെ കുറിച്ച് പരാമർശിക്കാത്ത ഏതെങ്കിലും ഒരു പേജ് ഉണ്ടോ ഖുർആനിൽ? ഉണ്ടാവുകയില്ല. പരലോകത്തെ ഏതെങ്കിലും വർണ്ണന വരാത്ത ഒരു പേജ് ഉണ്ടാവില്ല. ഇത് വായിച്ചു കൊണ്ടിരിക്കുക ഹത്മ തീർക്കുന്ന ആളുകളാണ് നമ്മളെല്ലാം. ഹത്മ തീർക്കുമ്പോ ആശയം അറിയാവുന്നത് കൊണ്ട് ഒന്നും ഞെട്ടുന്നില്ല. ആശയം അറിഞ്ഞുകൊണ്ട് പോയാൽ എന്തിന് ഞെട്ടും? ആശയം അറിയുന്നവർക്കും കൂടെ ഞെട്ടാൻ പറ്റുന്നില്ല. അപ്പൊ ലക്ഷണമൊത്ത മുസ്ലിം എന്നതിന്റെ അടയാളം അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുക എന്നതാണ്. ഈ ശിക്ഷയെ കുറിച്ചാണ് ചോദിക്കുന്നത്. അലം യഖിദില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും, നിങ്ങളുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഭയത്താൽ പ്രകമ്പനം കൊള്ളുന്ന അവസ്ഥ ഉണ്ടായി വരാൻ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ? നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന പുരോഗമന മുഅ്മിനീങ്ങളോടാ ചോദിക്കുന്നത്. മുഅ്മിനീങ്ങളോടാ ചോദ്യം, ധിക്കാരികളോടല്ല. അലം യഖിദില്ലദീന ആമനു, വിശ്വാസികൾക്ക് സമയമായില്ലേ? വിശ്വാസികൾ നേരെ നിസ്കരിക്കുന്നവരാണ്, ദിക്ർ ചൊല്ലുന്നവരാണ്, സകാത്ത് നോമ്പും ഹജ്ജൊക്കെ ചെയ്യുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്. ഈ പണി ചെയ്യുന്ന ആൾക്കാരുടെ ചോദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുസ്ലിമീങ്ങളായ ആളുകൾക്ക് പടച്ചവന്റെ ശിക്ഷയെ കുറിച്ച് ഭയമില്ല എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു കർമ്മം കൊണ്ടും അവരുടെ ജീവിതം സ്വാധീനിക്കപ്പെടുകയില്ല. കർമ്മങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അമലുകൾ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുക. അമലുകൾക്ക് പഞ്ഞവുമില്ല, നടക്കട്ടെ. പക്ഷെ അമലുകൾ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല. അതാണ് പ്രശ്നം. വായന നന്നായി നടന്നുകൊണ്ടിരിക്കുക, വാഴ പൂർത്തി നടന്നുകൊണ്ടിരിക്കുക. പരലോകത്തെ കുറിച്ച് വർണ്ണന വരാത്ത ഒരു വഴക്കുണ്ടാവില്ല. ഏതെങ്കിലും ഒരു ഭാഗത്തെ കുറിച്ച് പറയാതെ പോകില്ല. പക്ഷെ അത് മനസ്സിന് സ്വാധീനിക്കുന്നില്ല. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ ദുരന്തം. എന്തുകൊണ്ട് സ്വാധീനിക്കുന്നില്ല എന്ന് പഠിക്കേണ്ടതാണ്. എന്താണ് നമുക്ക് പറ്റുന്നത്? പടച്ചവന്റെ ശിക്ഷയെ കുറിച്ച് പറഞ്ഞു കേൾക്കാൻ ഞെട്ടാൻ പറ്റാത്ത കാരണമുണ്ട്. അതിന്റെ ഒരു കാരണം നിഫാഖ് മനസ്സിലുള്ളത് കൊണ്ട് എന്നാണ്. കാപ്പട്യമാണ്. യഥാർത്ഥ ഈമാൻ മനസ്സിലില്ല. യഥാർത്ഥ ഈമാൻ മനസ്സിലുണ്ടെങ്കിൽ ഖുർആനിലെ ഒരു നിർദ്ദേശം മതി, ആളുടനെ മാറും. അങ്ങനെയാണ്. തെളിവുകളുടെ നമ്മുടെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ കോടതി കൂടിക്കൊണ്ടിരിക്കെ രണ്ടാളുകളുണ്ട്. സ്വത്ത് തർക്കമാണ് പ്രശ്നം. ഒരാൾ പറഞ്ഞ, പ്രവാചകരെ, ഇവന്റെ അതിർത്തി നീക്കിയിരിക്കുകയാണ്. മറ്റേ ആൾ പറഞ്ഞു, അല്ല, അവൻ പറഞ്ഞ കള്ളമാണ്, എന്റെ അതിർത്തി ഇവനാണ് നീക്കിയത്. രണ്ടുപേരും അവരുടെ വാദമുഖങ്ങളും ഉന്നയിച്ചു. റസൂലുള്ളാഹി ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ വർത്തമാനത്തിന് ഉപോത്ബലകമായ വല്ല ഡോക്യുമെന്റ് ഉണ്ടോ, ആധാരങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വിധി പറയാലോ. ഇവർ പറഞ്ഞ രേഖയൊന്നുമില്ല, രണ്ടാൾക്ക് രേഖകളില്ല. റസൂലുള്ളാഹി ഇത്തിരി നേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, ഈ വിഷയത്തിൽ അല്ലാഹു എനിക്ക് വഹി നൽകിയിട്ടില്ല. ആരുടെ ഭാഗത്താണ് സത്യം, ആരുടെ ഭാഗത്താണ് അസത്യം, ആരാണ് കൊടുക്കുന്നതെന്ന് വെച്ച് പറയുന്നത്, ആരാണ് ഉള്ളതുപോലെ പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള തെളിവൊന്നും അതിന് നൽകിയില്ല, വഹി നൽകിയിട്ടില്ല. വഹി ഉണ്ടെങ്കിലേ എനിക്കും രഹസ്യങ്ങൾ അറിയാൻ പറ്റും, ഉള്ളുകളെ അറിയാൻ പറ്റും. എനിക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയില്ല. അത് പ്രവാചകൻ തന്നെ തുറന്നു പ്രഖ്യാപിക്കുന്ന പാടാം. അള്ളാഹു റസൂലും അദൃശ്യം അറിയില്ല, അത് അറിയിച്ചു കൊടുത്താലല്ലാതെ. അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്താണ് ശരിയെന്ന് എനിക്ക് അറിയില്ല. പ്രത്യക്ഷത്തിൽ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് വെച്ച് വിധി പറയാനേ പറ്റും. രേഖയുണ്ടെങ്കിൽ രേഖ നോക്കി വിധിക്കാം, രേഖയില്ല. വഹിയുണ്ടെങ്കിൽ വഹീന്റെ ബലത്തിൽ വിധി പറയാം, വഹിയുമില്ല. ഇനി ഒരു മാർഗ്ഗേ ഉള്ളൂ, രണ്ടുപേരും പറയാനുള്ള ന്യായം സമർപ്പിക്കട്ടെ. അത് രണ്ടും മുമ്പിൽ വെച്ചിട്ട് അത് വെച്ചുകൊണ്ട് ഞാനൊരു വിധി പറയും, അത്രേ എനിക്ക് സാധ്യമാകും. പ്രത്യക്ഷത്തിൽ നിങ്ങൾ പറയുന്നത് വെച്ചിട്ട് വിധി പറയാനേ എനിക്ക് സാധിക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവരോട് ആമുഖവും പറഞ്ഞു. ഈ വർത്തമാനത്തിന്റെ ആമുഖം, വിധിക്ക് മുമ്പുള്ള ആമുഖം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളിൽ ഏതൊരാൾക്ക് അവന്റെ വാക്ചാതുരി കൊണ്ട്, അവന്റെ വാഗ്ധാരണി കൊണ്ട് പറഞ്ഞു നിൽക്കാനും പറഞ്ഞു ജയിക്കാനുമുള്ള കഴിവുകൊണ്ട് എന്റെ മുമ്പിൽ അവന്റെ ഭാഗം നന്നായി ന്യായീകരിക്കാൻ കഴിയുകയും
മറ്റേ ആൾക്ക് അത്രത്തോളം വാഗ്വിലാസമില്ലാത്തത് കൊണ്ട്, പറഞ്ഞ് സമർത്ഥിക്കാൻ കഴിയാത്തത് കൊണ്ട് അവന്റെ ഭാഗം എന്റെ മുമ്പിൽ തെളിഞ്ഞു വരാതിരിക്കുകയും ചെയ്താൽ ഞാൻ വിധിക്കുന്ന വിധി നന്നായി പറഞ്ഞ് സമർപ്പിക്കാൻ കഴിയുന്നവര് അനുകൂലമായിട്ട് മാറിയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അത് അനീതിയായി പോയേക്കാം, വസ്തുത അറിയാതെ പോയേക്കാം. അപ്പോൾ അനീതി സംഭവിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അറിയണം, ഈ വിഷയത്തിൽ നിങ്ങൾ സത്യം മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ ഭാഗം ന്യായീകരിച്ച് അന്യായമല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കുകയാണ് എങ്കിൽ, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വർത്തമാനത്തിനനുസരിച്ച് വിധിച്ചു തരുന്ന വിധി നരകത്തിന്റെ ഒരു കഷ്ണമാണ്. വിധിക്ക് മുമ്പുള്ള ആമുഖ വർത്തമാനമാണ്. ഇത്രയും റസൂലുള്ളാഹി പറഞ്ഞു നിർത്തിയിട്ട് നോക്കുമ്പോ 2 പേര് ഇരുന്ന് കരയാം. 2 വാദിയും പ്രതിയും കരയാം. ഒരാൾ പറഞ്ഞ എന്റെ സഹോദര, എന്റെ അവകാശം നീ എടുത്തോ, നീ പറഞ്ഞ അതിർത്തി എനിക്ക് പ്രശ്നമല്ല. അപ്പൊ മറ്റാൾ അല്ല, അങ്ങനെ വേണ്ട, എന്റെ പൊന്നു സഹോദര, നീ പറഞ്ഞതാണ് ശരി, എന്റെ അവകാശം നീ എടുത്തോ. 2 പേരുടെയും പ്രശ്നം തീരുകയാണ്. കോടതിയിൽ ജഡ്ജി വിധി പറയും മുമ്പേ വാദിയും പ്രതിയുടെയും പ്രശ്നം തീരുകയാണ്. എന്താ കാരണം? അന്യന്റെ അണപ്പൈ അന്യായമായി ഞാൻ തെറ്റിപ്പോയാൽ എന്റെ വർത്തമാനം കൊണ്ട് അവന്റെ അവകാശം എനിക്ക് കിട്ടുകയും എന്റെ വർത്തമാനം കൊണ്ട് അവന്റെ അവകാശം ഞാൻ തട്ടിയെടുക്കുന്ന അവസ്ഥയിൽ എനിക്ക് അനുകൂലമായി വിധി വരികയും ചെയ്താൽ യഥാർത്ഥത്തിൽ അണപ്പൈ അവന്റേത് തട്ടിയെടുത്തതിന്റെ പേരിൽ എനിക്കെന്റെ സ്വർഗം നഷ്ടപ്പെടും, അള്ളാന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന ആ ഭയമാണ് ജഡ്ജി വിധി പറയും മുമ്പേ കോടതിയിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാനുള്ള കാരണം. ഇതാണ് പടച്ചവന്റെ ശിക്ഷയെ കുറിച്ച ഭയം. അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അന്യന്റെ അവകാശം കയ്യിൽ വന്നാൽ പോലും നാം കരുത്തോടെ വാദിച്ചു നിൽക്കുന്നത്. അന്യന്റെ ഹക്ക് തട്ടിയെടുക്കുമ്പോൾ പോലും നമ്മൾ കരുത്തോടെ വാദിക്കുന്നു. നമുക്ക് നാളെ ഇതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമെന്ന ഭയമില്ലാതെ പോയതാണ്. ഇന്ന് നമുക്ക് നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ തെറ്റിനെ ന്യായീകരിക്കാനും നമ്മൾ അന്യരെ അപായപ്പെടുത്താനും നമ്മുടെ ഭാഗം ന്യായീകരിച്ച് ജയിക്കാനും നമ്മുടെ മറ്റവരുടെ അവകാശം തട്ടിയെടുക്കാനും കോടതിയെ സമീപിക്കാനും കള്ളസാക്ഷികളെ വെക്കാനും ഒക്കെ കഴിയുന്നത് പടച്ചവന്റെ ശിക്ഷയെ ഭയമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ലക്ഷണമൊത്ത മുഅ്മിനീങ്ങൾ തമ്പുരാന്റെ ശിക്ഷയെ ഭയക്കുന്നവരായിരിക്കും. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠം. ആ ഒരു പാഠം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. അപ്പോ ആരാണ് ലക്ഷണമൊത്ത മുഅ്മിൻ എന്ന ചോദ്യത്തിന്റെ മറുപടി തമ്പുരാന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവർ എന്നാണ്. ആരാണ് ശിക്ഷയെ ഭയപ്പെടാത്തവർ, അല്ലെങ്കിൽ ശിക്ഷയെ കുറിച്ചുള്ള താക്കീത് കേട്ടിട്ടും ഭയം തോന്നാത്തവർ ആരെന്ന ചോദ്യത്തിന് മറുപടി ഉള്ളിൽ നിഫാഖ് കൊണ്ട് നടക്കുന്നവർ എന്നാണ്. അതുകൊണ്ട് മുൻഗാമികൾ നിഫാഖിനെയാണ് ഭയന്നത്, നന്നായി ഭയന്നത് നിഫാഖിനെയാണ്. ഉമർ ഫാറൂഖ് അദ്ദേഹത്തിന്റെ അനുഭവം ഉണ്ടല്ലോ. ഒരു മുതിർന്ന സഹാബി ആദർശികമായി കണ്ടുമുട്ടിയപ്പോ ഉമറിനോട് പറഞ്ഞത്രേ, ഇവരോട്, ഇന്നാലിന്റെ പ്രദേശത്ത് ഒരു സഹാബി ജീവിക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹം പ്രായമുള്ള ഒരു സഹാബിയാണ്. അദ്ദേഹം റസൂലുള്ളാഹിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ ഇരിക്കെ ഒരു ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മുനാഫിഖുകൾ ആരൊക്കെയാണെന്ന് ആ സഹാബിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വിവരം കിട്ടിയപ്പോൾ ഉമറിന് അസ്വസ്ഥതയായി. അദ്ദേഹം രാവിലെ സുബഹിക്ക് തന്നെ സഹപ്രവർത്തകരെ വിളിച്ചു കൂട്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു. ഭരണപരമായ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് എനിക്കൊരു യാത്ര പോകാനുണ്ട്. സാധാരണ ഭരണപരമായ കാര്യത്തിന്റെ യാത്ര യമനിലേക്ക് പോകും, ഇസ്രായേലിലേക്ക് പോകും, ഫിലിസ്തീനിലേക്ക് പോകും. ഭരണാധികാരിയാണ്, കേന്ദ്ര ഭരണ പ്രദേശത്തെ അമീറാണ്, ഖലീഫയാണ്. ഗവർണർമാരെ ഏൽപ്പിച്ച സ്ഥലങ്ങളിലൊക്കെ കറങ്ങേണ്ടി വരും. അങ്ങനെ പോകുമ്പോൾ ഭരണകാരെ ഏൽപ്പിച്ചു കൊടുത്ത് പോകാറുണ്ട്. അപ്പൊ യാത്ര ഇന്നടത്തേക്കാണ് പറയും ചെയ്യും. പക്ഷെ ഈ യാത്രയിൽ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് സ്റ്റാഫിനെ എല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് മുമ്പ് എങ്ങോട്ടാ പോകണമെന്ന് പറഞ്ഞില്ല. എനിക്കൊരു യാത്രയുണ്ടെന്ന് മാത്രം പറഞ്ഞു. കുറച്ച് ദിവസം പിടിക്കും വരാനും പറഞ്ഞു. അദ്ദേഹം പുറപ്പെട്ടു. ദൂരെ യാത്ര ചെയ്തു ഈ പറഞ്ഞ സഹാബി താമസിക്കുന്ന ഗ്രാമത്തിലെത്തിയിട്ട് അദ്ദേഹവുമായി സന്ധിച്ചു. അദ്ദേഹത്തിന് ഒരു സന്തോഷമായി. ഖലീഫ തന്നെ കാണാമെന്നിരിക്കില്ലേ, വലിയ അനുഗ്രഹമാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ സ്വീകരിച്ച് സൽക്കരിച്ചിരുത്തിയിട്ട് വന്ന ഉദ്ദേശം ചോദിച്ചു, ആഗമന ഉദ്ദേശം ചോദിച്ചു. ഉമർ ഫാറൂഖ് വളരെ സൗമ്യമായിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി ജീവിച്ചിരുന്ന
കാലഘട്ടത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കൂട്ടത്തിലെ മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന ഒരു വിവരം എനിക്ക് ഇന്ന ആൾക്ക് കിട്ടി. അങ്ങനെ ഉണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മുതിർന്ന സഹാബി പറഞ്ഞു, അതെ പറഞ്ഞിരുന്നു. അടുത്ത ചോദ്യം, ആ ലിസ്റ്റിൽ ഈ ഉമറിന്റെ പേരുണ്ടോ എന്നാണ്. ആ ലിസ്റ്റിൽ ഈ ഉമറിന്റെ പേരുണ്ടോ? നിഫാഖിനെ ഭയക്കുകയാണ്. ആരൊക്കെയാണ് അവരെന്ന് നോക്കി പഠിച്ചിട്ട് അവരെ കൈകാര്യം ചെയ്യാനല്ല, അത് അദ്ദേഹത്തിന്റെ വിഷയമല്ല. ഞാൻ അതിൽ പെടുവില്ലേ? എന്നെ നിഫാഖ് ബാധിച്ചിട്ടുണ്ടോ ഇല്ലേ? പടച്ചതമ്പുരാനെ ഭയപ്പെട്ടും അവന്റെ ശിക്ഷയെ ഭയന്നും രക്ഷയെ മോഹിച്ചും അവന്റെ വിധിവിലക്കുകൾ അക്ഷരം പ്രതി പാലിച്ച് ജീവിക്കാൻ എനിക്ക് കഴിയണമെങ്കിൽ എന്റെ ഹൃദയത്തിൽ നിഫാഖിന്റെ അംശലേശം പാടില്ല. അത് വന്നു പോയാൽ എനിക്ക് അവനെ ഭയപ്പെടാൻ കഴിയില്ല. ഞാൻ ആ അവസ്ഥയിലായി പോയിട്ടുണ്ടോ എന്ന പേടിയും ഭയവും നിരന്തരമായി ഉണ്ടായിരുന്നു ഈ സഹാബത്തിന്. അതുകൊണ്ടാണ് ഉടനെ വിവരം കിട്ടിയപ്പോ ആ ലിസ്റ്റിൽ ഞാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം പോയതിരുന്നാണ്. ഇല്ലെന്നറിഞ്ഞപ്പോ വളരെ സമാധാനത്തോടെ ഈ സഹാബിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ച് യാത്ര പറഞ്ഞ് തിരിച്ചു വരുന്ന നിഫാഖിനെ അത്രമേൽ ഭയപ്പെട്ടിരുന്നു അവർ. എന്താ കാരണം? നിഫാഖ് ഉള്ളിലുണ്ടെങ്കിൽ ശിക്ഷയെ ഭയമുണ്ടാവില്ല. ശിക്ഷയെ ഭയമില്ലാത്തവൻ നന്നായി നിസ്കരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതാണ് പ്രശ്നം. ഇതാണ് പ്രശ്നം. അപ്പൊ ഇത്രയും വായനകൾക്ക് ബോധപൂർവം ഈ ചോദ്യം നിങ്ങൾ കേൾക്കൂ. അലം യഅ്നില്ലദീന ആമനു, വിശ്വാസികൾക്ക് സമയമായില്ലേ? അൻ തഖ്ശാ ഖുലൂബുഹും, അവരുടെ ഹൃദയത്തിൽ ഖുശൂ, പടച്ചതമ്പുരാനെ കുറിച്ച ഭയം, അവന്റെ ശിക്ഷയെ കുറിച്ച ഭയം, അവന്റെ ഖിയാമ, ബഅസ്, മഹ്ശർ, ഹിസാബ്, അൽ ജന്ന വന്നാർ, ഈ പ്രോസസ് ശൃംഖലയായിട്ട് വരാനിരിക്കുന്ന ഈ സംഗതി, അതിനെക്കുറിച്ച ഭയം ഇനിയും നിങ്ങളുടെ മനസ്സിൽ പൊങ്ങി വരാനായില്ലേ? ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും അൻ തഖ്ശാ ഖുലൂബുഹും, നിങ്ങളുടെ ഹൃദയം പ്രകമ്പനം കൊള്ളാൻ ഇടയായില്ലേ? സമയമായില്ലേ? ഈ ദിക്റില്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് പടച്ചവനെ കുറിച്ച് ഓർക്കുമ്പോൾ വമാ നസല മിനൽ ഹഖ്, അല്ലാഹ് അവതരിപ്പിച്ച ഈ സത്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ അല്ലാഹുവും അല്ലാഹുവിന്റെ ദീനും, അത് പഠിപ്പിക്കുന്ന ഐഹികം, അത് പഠിപ്പിക്കുന്ന പാരത്രികം, ഇഹലോകത്തെ പ്രവർത്തനം, പരലോകത്തിന്റെ രക്ഷ, ഈ പ്രയാണം പരലോകം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഇത് ശാശ്വതമല്ലെന്നും നശ്വരമായ ജീവിതമല്ല അനശ്വരമായ ജീവിതമാണ് വരുന്നു, അതിനുവേണ്ടി അധ്വാനിക്കണം, പണിയെടുക്കണം, അന്യായം സംഭവിക്കരുത് എന്നും, അതുകൊണ്ട് പടച്ചവന്റെ അടിയാറുകളായി നിന്ന് അവർ സമർപ്പിതരായി അവന്റെ കൽപ്പനകൾ പാലിച്ച് അവന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി മാറുന്ന ഒരു തലത്തിലേക്ക് വളർന്ന് അങ്ങനെ കടന്നു പോകണമെന്നൊക്കെ ഇത്രയും കൃത്യമായി ഈ ഇറക്കിയത് വെച്ചും അവ പഠിപ്പിച്ചത് വെച്ചും അല്ലാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ശരിക്കും പഠിച്ചിട്ടും നിങ്ങൾക്ക് ഇനിയും സമയമായില്ലേ? അല്ലാഹുവിനെ കുറിച്ച ഭയം നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രകമ്പനം കൊള്ളിക്കാൻ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ? അതുപോലെ തന്നെ വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, മുൻകഴിഞ്ഞു പോയ വേദം നൽകപ്പെട്ട ആളുകളെ പോലെ നിങ്ങൾ ആവാതിരിക്കാനും. നാമത്തെ പ്രയോഗം ശ്രദ്ധിക്കണം. മുമ്പ് വേദം നൽകപ്പെട്ടവരെ പോലെ നിങ്ങൾ ആകാതിരിക്കാനും സമയമായില്ലേ? ആരാണ് മുമ്പ് വേദം നൽകപ്പെട്ടവർ? അഹ്ലുൽ കിതാബുകാർ, യഹൂദ ക്രൈസ്തവർ. അവർക്ക് വേദം നൽകിയാത്ത പ്രവാചകന്മാരെ നൽകി. അങ്ങനെ വേദവും പ്രവാചകന്മാരൊക്കെ നൽകിയിട്ടും അവരുടെ ഹൃദയത്തിൽ പേടിയുണ്ടായില്ല. അവർ അതിനെ മറികടന്നു പോകാനും അതിനെ അവഗണിച്ചു പോകാനും പിന്നീട് അത് മാറ്റി മറിച്ചു പോകാനും അതിനെ മാറ്റി എഴുതി പോകാനും തയ്യാറായി. അതായിരുന്നു മുൻഗാമികൾ. അങ്ങനെ തന്നെ പഠിക്കാം. ഒന്ന്, അവിടെ കൂടെ പ്രവാചകൻ ഉള്ളപ്പോൾ പോലും അതിനെ മറികടക്കാൻ ശ്രമിച്ചു. ഭയപ്പാടുണ്ടായില്ല. അതിന്റെ ഒരുപാട് ഉദാഹരണമാണ്. ഈ വിവരം വെച്ച് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ ജീവിച്ചിരുന്ന ബനൂ ഇസ്രായേൽ സമുദായത്തിന്റെ കഥ പറഞ്ഞിട്ട് നമ്മൾ കേട്ടത്. അള്ളാഹു കടൽ കടത്തി അക്കരെ വിട്ടിട്ടും വടിയടിച്ച് കടൽ രണ്ടായി പിളർന്നത് നേർക്കുനേരെ കാണാനായിട്ടും ഒരിക്കലും ഒരു മനുഷ്യന് സ്വപ്നം കാണാൻ കഴിയാത്ത വിധം കടലിന്റെ അടിഭാഗം, കടലിന്റെ താഴ്ഭാഗം ഉണങ്ങിയ മണ്ണായി കിടക്കെ അതിലൂടെ നടന്നു കയറാൻ കഴിയുക എന്ന അത്ഭുതം സംഭവിച്ചിട്ടും പടച്ചവനെ ഭയമില്ലാതെ പോയ കുറ്റരാണ് മൂസായുടെ ജനത എന്ന് മനസ്സിലാക്കാം. അവർക്ക് പേടിയുണ്ടായില്ല. ഇത്രയും ദൃഷ്ടാന്തങ്ങൾക്ക് പേടിയുണ്ടായില്ല. പേടിക്കാത്തവർ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. പ്രവാചകൻ കെഞ്ചി നോക്കി, നിങ്ങളുടെ കൂടെ വാ, നിങ്ങളുടെ കൂടെ വാ, നമുക്ക് ഫലസ്തീൻ തിരിച്ചു പിടിക്കാം. അപ്പൊ ഈ പഹയന്മാര് പറഞ്ഞ വർത്തമാനം, ഇത് നീ നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യും, ഞങ്ങളുടെ ഇരിക്കാം, ഇതിന് ജയിക്കുമ്പോ പറയാം ഞങ്ങൾ വരാം.
ഇത്രയും ധിക്കാരം പറയാൻ പറ്റിയത് പടച്ചവനെ ഭയമില്ലാഞ്ഞിട്ടാണ്. അത് മുൻകഴിഞ്ഞു പോയ തലമുറ സംഭവിച്ചതാ. അപ്പൊ പ്രവാചകൻ കൂടെ ഇരിക്കെ തന്നെ, വേദഗ്രന്ഥം വന്നുകൊണ്ടിരിക്കെ തന്നെ, മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാലാണ്, ദൂർപർവ്വത്തിൽ പോയി വാങ്ങി വരുന്ന കാല, വേദഗ്രന്ഥം അവതരിച്ചു കൊണ്ടിരിക്കെ തന്നെ, പ്രവാചകൻ കൂടെ ഉണ്ടായിരിക്കെ തന്നെ, ആ പ്രവാചകൻ സത്യമാണെന്ന് തെളിയുന്ന മുഅ്ജിസാത്തുകൾ ദൃഷ്ടാന്തം സംഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ, നിസ്സഹായരായി മരുഭൂമിയിൽ ജീവിക്കുമ്പോ മേഘം കൊണ്ട് അവർ നെഞ്ചു കെട്ടിക്കൊടുത്തും, അഭയാർത്ഥികൾക്ക് ഭക്ഷണം ആകാശത്തിറക്കി കൊടുക്കുന്ന പോലെ മഞ്ഞയിൽ ചെറിയിറക്കി കൊടുത്തും, വെള്ളം അവർക്ക് ടാങ്കിൽ വരുന്നത് പോലെ അവ ഉറവ ഒട്ടിച്ചു കൊടുത്തും, ഇങ്ങനെയൊക്കെ ആ ആളുകളെ സംരക്ഷിച്ചിട്ട് പോലും കിട്ടിയ മഞ്ഞയും ചെലവയും പോരാ, ഞാൻ കക്കരിക്കയും വെള്ളരിക്കയും കുമ്പളക്കയും അതുപോലെ തന്നെ കിഴങ്ങും പയറും ഉള്ളിയും ഒക്കെ വേണമെന്ന് പറഞ്ഞ് നന്ദികേടിന്റെ വർത്തമാനം പറഞ്ഞ ഒരു ജനതയുടെ കഥ വായിക്കുമ്പോ ഇത്രയൊക്കെ പച്ചക്ക് യാഥാർത്ഥ്യം പ്രവാചകനും വേദഗ്രന്ഥവും വകയും മുഅ്ജിസാത്തും ഉണ്ടായിട്ടും പടച്ചവനെ ഭയപ്പെടാത്ത ഒരു കൂട്ടർ കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ ആയിപ്പോകാൻ സാധ്യതയില്ലേ? അങ്ങനെ ആകാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ എന്നാണ് ചോദ്യം. ഒന്ന്. രണ്ട്, ആ പ്രവാചകന്മാരുടെ പിന്മുറയിൽ ഈ വേദഗ്രന്ഥവുമായി ഉത്കൃഷ്ടരായ ആളുകൾ കൂടെ ഉണ്ടായപ്പോഴും അതിനെ മറികടക്കുന്ന ശീലം അവർക്കുണ്ടായി. അത് പിന്നീട് വായിച്ചാൽ മനസ്സിലാവും. പ്രവാചകന്മാർ ഇല്ലാത്ത സമയത്ത് അവർ എത്രമേൽ വഴിതെറ്റിപ്പോയി എന്നൊരു ഉദാഹരണം വേറെയുണ്ട് ബനൂ സമുദായത്തിൽ. ശേഷം പിന്നെയും കാലം കഴിഞ്ഞപ്പോ പ്രവാചകൻ കൊണ്ടുവന്ന വേദത്തെ അട്ടിമറിച്ച പുതിയ മതമുണ്ടാക്കി. അങ്ങനെയാണ് മൂസായുടെ പേരിൽ യഹൂദ മതം ഉണ്ടാക്കിയത്, ഈസായുടെ പേരിൽ ക്രൈസ്തവ മതം ഉണ്ടാക്കിയത്. അതൊക്കെ പിന്നീട് ഉണ്ടാക്കിയത്. അപ്പൊ കൈകടത്തക്ക് വിധേയമാക്കി വേദത്തെ അട്ടിമറിച്ചുകൊണ്ട് അവർ പുതിയ മതവും പുതിയ ദൈവസങ്കല്പവും പുതിയ അവതാര സങ്കല്പവും പിതൃപുത്ര സങ്കല്പമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഇങ്ങനെയൊക്കെ അവർ ചെയ്തു. അത് അങ്ങനെ നിങ്ങൾ ആവാതിരിക്കാൻ നിങ്ങൾക്ക് ഈ സമയമായില്ലേ എന്നാ. അപ്പൊ ഇത് എന്തെല്ലാം സൂചനകളുണ്ട്? ഒന്ന്, അള്ളാഹുവിന്റെ കൽപ്പനകളോട് പ്രതികരിക്കുന്ന കാര്യത്തിൽ അവരെ പോലെ ആകാൻ പാടില്ല. അന്ന് കൽപ്പിച്ചാൽ തന്നെ ചെയ്യണം, പ്രവാചകൻ കൽപ്പിച്ചാൽ തന്നെ ചെയ്യണം. അവിടെ പിന്നെ നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിന്റെ പേരിൽ അതിനെ അട്ടിമറിക്കരുത്. അതാണ് ഒരു വിഷയം. നമ്മൾ അത് എങ്ങനെ മനസ്സിലാക്കണം? നമ്മളാരിപ്പോ കടൽ കടന്നു വന്നവരല്ല, പ്രവാചകൻ കൂടെയുമില്ല. ഇസ്ലാമിന്റെ താല്പര്യങ്ങളെ അട്ടിമറിക്കുന്ന പണിയാണ് നമ്മൾ ചെയ്യുക ഈ കാലഘട്ടത്തിൽ. വേദഗ്രന്ഥം കൂടെ ഉണ്ടായിരിക്കെ, തിരുചര്യ കൂടെ ഉണ്ടായിരിക്കെ ഇസ്ലാമിന്റെ താല്പര്യങ്ങളെ അട്ടിമറിക്കുക, അതിനെ മറികടക്കുക, ഇസ്ലാമിന്റെ താല്പര്യങ്ങളെ മറികടക്കുക, അത് മുൻകഴിഞ്ഞു പോയ ആളുകളുടെ രീതിയാണ് നമ്മുടെ സമുദായം ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുക. അവർ ഖുർആന്റെ താല്പര്യമോ ദീന്റെ താല്പര്യമോ അല്ല പ്രശ്നം, അവരുടെ താല്പര്യമാണ് വരുന്നത്. അതുകൊണ്ടാണ് അവർ ഈ കൽപ്പനകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക തന്നെ ധിക്കാരം പ്രവർത്തിക്കുന്നത്. ചെറിയ ഉദാഹരണമാണ് നമസ്കരിച്ചുകൊണ്ടിരിക്കെ തമ്മാടിത്തരം കാണിക്കുന്നത്. അത് മുൻകഴിഞ്ഞൊരു ശീല. അവർ ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ ചെയ്യാൻ മടിയില്ലാത്തവരായി മാറി. അത് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മുൻകഴിഞ്ഞു പോയ ആളുകൾ ഇങ്ങനെ ചെയ്തു. വേദത്തെ അവർ അട്ടിമറിച്ചു. നമ്മൾ ഈ ഖുർആൻ മാറ്റി വെച്ചിട്ടില്ല, അത് നമുക്ക് കഴിയില്ല, വേണ്ടാണ്, സമ്മതിക്കൂല. അപ്പൊ നമ്മുടെ ആൾക്കാരെ ദുർവ്യാഖ്യാനം ചെയ്തു. അതിലില്ലാത്ത കാര്യങ്ങൾക്ക് പോയിച്ച പറഞ്ഞു. പ്രവാചകൻ വെച്ച കാര്യങ്ങൾ വ്യക്ത, പക്ഷെ അതിനെ വളരെ പുതിയതുണ്ടാക്കിക്കൊണ്ടിരുന്നു, വളരെ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിലെ സൂചനകൾ പറഞ്ഞിരുന്നു. ഇത്തിരി വ്യക്തമായിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു. ചില വിമർശനം തന്നെയാണ് പറഞ്ഞത്. 27-ാം രാവ് അല്ലെങ്കിൽ ഒറ്റയുടെ രാവ്, 29, 29 വരെയുള്ള രാവ്, ആ രാവിന്റെ പ്രാധാന്യം തന്നെ. പക്ഷെ ഇന്ന് ആ രാവുകൾക്ക് പ്രാധാന്യം ഇല്ല. എന്തുകൊണ്ടില്ല? വേറെ ചില രാവുകളെ നമ്മൾ സംവിധാനിച്ചിരിക്കുക, അതിനെ അട്ടിമറിച്ചു. സംസം വെള്ളത്തിന്റെ പ്രാധാന്യം തന്നെ. പക്ഷെ നമ്മുടെ ആളുകൾ സംസം വെള്ളത്തേക്കാൾ പ്രാധാന്യമുള്ള വെള്ളങ്ങൾ കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ്. ബദലിന് ചരിത്രപരമായ പ്രാധാന്യമാണ്. ചരിത്രപരമായ പ്രാധാന്യത്തെ അവർ ആരാധനാപരമായ പ്രാധാന്യമാക്കി അട്ടിമറിച്ചു. റസൂൽ സ്നേഹം ഉണ്ടാവണമെന്നാണ് യാഥാർത്ഥ്യമാണ്. പക്ഷെ റസൂലിനുള്ള സ്നേഹം ഹുബ്ബുർ റസൂൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് റസൂലിനെ പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചു. പുതിയ വരുമാന മാർഗം ഉണ്ടായി. അങ്ങനെയാണ് ഓരോന്നും ഇങ്ങനെയാണ്. അങ്ങനെ ഇസ്ലാമിനെ വെച്ച് ഇസ്ലാമിനെ അട്ടിമറിക്കുക, എന്നിട്ട് അതിന്റെ പോലീശയിൽ നാം കുടുങ്ങിക്കിടക്കുക. ഇത് അവിടുത്തെ റബ്ബിമാണ്. യഹൂദ ക്രൈസ്തവ സമൂഹത്തിലെ പാതിരിമാർ കാണിച്ച അതേ പണി ഇസ്ലാമിക സമുദായത്തിലെ പണ്ഡിത കോലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക.
ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത് അവർക്ക് സംഭവിച്ച ഈ കുഴപ്പം നിങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ല എന്ന് ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ് ഖുർആന്റെ ഈ ചോദ്യം. ഇത്രയും വിശദീകരിക്കുന്നത് ആ ചോദ്യത്തിന് മറുപടി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മുമ്പ് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടവരെ പോലെ നിങ്ങൾ ആകാതിരിക്കാൻ നിങ്ങൾക്ക് ഇനി സമയമായില്ലേ? അവർ പോയ വഴിക്ക് തന്നെ സാഹിബെ നിങ്ങളെ പോക്ക് എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കൊരു മാറ്റവും കാണുന്നില്ലല്ലോ. റസൂലുള്ളാഹി ഒരു ഹദീസിൽ പറഞ്ഞില്ലേ, അവർ ഉദുമ്മിന്റെ മാളത്തിൽ കയറിയ നിങ്ങൾ കയറും. ചാണിച്ചാൻ ശിബ്രം ശിബ്ര, ചാണിന് ചാണും മുഴത്തിന് മുഴവുമായും മുൻകഴിഞ്ഞു പോയ ഈ സമുദായങ്ങൾ പോയ വഴിക്ക് നിങ്ങളും പോകും. അവർ കാണിച്ച അബദ്ധത്തെ നിങ്ങളും കാണിക്കും. അവർ ചെയ്ത വീഴ്ചകൾ നിങ്ങളും ആവർത്തിക്കും. അങ്ങനെ അവസാനം അവര് ഒരു ഉടുമ്പിന്റെ മാളത്തിന് കയറി നിങ്ങളും പിന്നാലെ കയറും. അത്രയും നിങ്ങൾ ഇസ്ലാമിന് വഴിതെറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ട് ആ വഴിതെറ്റ് സുന്ദരമായി നടക്കുമ്പോഴും നമ്മൾ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് പേര് കണിക്കുന്നത് മാത്രമല്ല, അത് ശരിയെന്ന് പറഞ്ഞ് ഒതുക്കാൻ ശ്രമിക്കും, നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കും, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. അത്രയും ദുരന്തം ഈ സമുദായത്തിനകത്തുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ആവരുത്, ഇങ്ങനെ ആവരുത് നിങ്ങൾ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇനി സമയമായില്ലേ? അവിടെ കുഴപ്പം എന്താ? ആ മുൻകഴിഞ്ഞു പോയ യഹൂദ നസ്രാനി വിഭാഗത്തിന്റെ കുഴപ്പം, കാലം അവിടെ മേൽ കുറെ നീണ്ടുപോയപ്പോൾ, നൂറ്റാണ്ടുകൾ മറിഞ്ഞു വന്നപ്പോ അവിടെ ഹൃദയങ്ങൾ കഠിന കടവരങ്ങളായി, പടച്ചവനെ പേടിയില്ലാതെയായി എന്നതിന്റെ അടയാളമാണ് ഹൃദയങ്ങൾക്ക് കനം വെച്ചു എന്നത്. കസത് കുരുവും ഹൃദയങ്ങൾ കട്ടിയുള്ളതായി. കരിക്കല്ലുകളെക്കാൾ കട്ടിയുള്ള ഹൃദയങ്ങളാണ്, ഉറപ്പുള്ള ഹൃദയങ്ങളാണ് പലരുടെയും ഹൃദയങ്ങൾ. കല്ലാണ് കാലിരുമ്പ് പോലെ ഉറച്ചത് എന്ന് ധരിച്ചതെങ്കിൽ അള്ള പറഞ്ഞു കല്ല് ഇത്രയും കട്ടിയുള്ളതല്ല, അതിനൊരു നൈർമല്യ ഭാവമുണ്ട്. ഹൃദയത്തിന് വരുന്ന ഈ കസത്, ഉറച്ച അവസ്ഥ, ഹൃദയം ഉറച്ചു പോവുക, ഹൃദയത്തിന് നൈർമല്യ ഭാവം നഷ്ടപ്പെടുക, ഹൃദയത്തിന് ഭയം പേടി എന്ന് നഷ്ടപ്പെടുക, ഹൃദയത്തിന് ശിദ്ദത്ത് കാഠിന്യം കൂടുക, അതാണ് കസത് കുരൂപവും. ഹൃദയത്തിന് കാഠിന്യം ഉണ്ടാവുക. ആ അവസ്ഥയെ കല്ലിനോട് കുറിക്കാമോ? അല്ല പറഞ്ഞു കല്ലിനോട് കുറിച്ച കല്ലിൽ നാണായിരിക്കും. കല്ലിന് ഇതിനേക്കാൾ നന്മയുണ്ട്. കല്ലിന്റെ മുഴുവൻ അവസ്ഥ വർദ്ധിച്ചുകൂടാ. ചില കല്ലുകളുണ്ട്, ആ കല്ലിന്റെ അടിയിൽ നിന്നാണ് പുഴകൾ ഒഴുകി വരിക. കേരളത്തിൽ 44 പുഴകൾ കാണാം. പുഴകൾ എവിടെ ഒഴുകുന്നത്? പാറക്കെട്ടിന്റെയും കല്ലിന്റെ അടിയിലാണ്. അതിലൊരു ഉത്ഭവസ്ഥാനം ഉണ്ടാവും. അപ്പൊ കല്ലുകൾക്കടിയിൽ നിന്ന് പുഴ ഒഴുകാറുണ്ട്. കൂട്ടരെ, നിങ്ങളുടെ ഹൃദയത്തെക്കാൾ കാഠിന്യം കുറവായി കല്ലിന്. വൈനമിൻഹാലമായ ശക്തക്കും, ഈ കല്ലുകൾ ചേർന്ന് പൊട്ടിപ്പിളർന്നു നിൽക്കും. പിളർന്ന ഇടയിൽ നിന്ന് വെള്ളം ഒഴുകി വരും. പിളർന്നു നിൽക്കുന്ന പാറക്കെട്ടിന്റെ ഇടയിലൂടെ വെള്ളം ഒഴുകി വരുന്നത് കാണാം. അത്രയും നേരില്ല കല്ലിനും. പടച്ചവനെ ഭയന്ന് ചില കല്ലുകൾ കൊണ്ട് താഴേക്ക് ഒതുക്കും. അത്രയും ഭയം അവർക്കുണ്ട്. പക്ഷെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കല്ലിനേക്കാൾ കടുത്തതാണ്. അത്രയും കടുത്ത ധിക്കാരം ഇസ്ലാമിന്റെ ആളുകൾ കാണിക്കുന്നതായി പറയുന്നത്. നമ്മുടെ ആളുകൾ ചോദിക്കണം, ഇന്നലെ ക്ലാസ് കഴിഞ്ഞവിടെ എന്റെ കുട്ടികൾ ചെറുപ്പക്കാരായ ടെക്നോക്രാറ്റുകൾ ചോദിച്ച ഒരു ചോദ്യം, ഇമാം ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ പണ്ഡിതന്മാരെന്ന് തോന്നിയാസമാണ് കാണിക്കുന്നത്. അതിന്റെ ഉത്തരമായി പറയുന്നത്, എടോ കല്ലിനേക്കാൾ കടുത്ത ഹൃദയമുള്ളവൻ ഇതല്ലാതെ എന്താ ചെയ്യാ? അലം ഇല്ലതിന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ല വമാ നസല മിനൽ ഹഖ്. അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയും അവൻ ഇറക്കിയ സത്യത്തെ കുറിച്ച് അറിവും കാരണം ഇവന്റെ ഹൃദയത്തിന് ഭയമുണ്ടാവേണ്ടതില്ല. പിന്നെ ഇവരെന്താ സാധ്യമല്ലാത്തത്? ഇവരെന്ത് സാധ്യമാകും? കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഇവരെന്തേ ഇങ്ങനെ ഉത്തരം അഭിപ്രായം പറയുന്നത്? നമ്മുടെ ആളുകൾ കാര്യം അറിഞ്ഞിട്ടും കളിക്കുക. ആളുകളെ ശിർക്കിലേക്ക്, ഖുറാഫാത്തിലേക്ക്, ഇൻഹിറാഫാത്തിലേക്ക്, ഭൗതികതയിലേക്ക് ഒക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ആളുകൾ തന്നെ. ഇവിടുത്തെ ആളുകൾ ഹൈന്ദവ മിത്തോളജിയെ അറബി മലയാളത്തിൽ
അപ്പടി അറിഞ്ഞാൽ വരച്ചു വെച്ചിട്ട് സാധാരണക്കാരൻ സമയത്ത് ചോദിക്കുമ്പോൾ നോക്കിയിട്ട് ഉത്തരം പറഞ്ഞിട്ട് പൈസ വാങ്ങി പോക്കറ്റിലിടുന്ന ആളുകൾക്ക് കാര്യം അറിയാനിട്ടല്ല. മന്ത്രവും തന്ത്രവും മാന്ത്രികവും യഥാർത്ഥ ഇസ്ലാമിക വിരുദ്ധമാണെന്നും അത്തരം ജ്യോത്സ്യ രാശി നോക്കുന്ന ആളുകളുടെ അടുക്കൽ പോയവന്റെ 40 ദിവസം നമസ്കാരം പോലും സ്വീകരിക്കില്ല എന്നും പച്ചയായി ഹദീസിൽ പറഞ്ഞിട്ടും ആ മന്ത്ര തന്ത്ര വിദ്യകളെ അവര് മാന്ത്രികം എന്ന പേരിട്ടിട്ട് ചെയ്ത് പണം ഉണ്ടാക്കുന്നവരും അതിന്റെ പിന്നാലെ പോകുന്നവരും മുസ്ലിമീങ്ങൾ തന്നെ. അതാണ് പ്രശ്നം. പടച്ചവനെ പേടിയില്ലാത്തവൻ എന്തുമാവാം. അവന് പണമാണ് വലുത്, അവന്റെ താല്പര്യമാണ് വലുത്, അവന് നിലക്കാത്ത വരുമാനമാണ് വേണ്ടത്. ബനൂ ഇസ്രായേൽ സമുദായത്തിൽ സാമിനി പശുക്കുട്ടി ഉണ്ടാക്കിയ കഥ ഈ വിശദീകരിച്ചിരുന്നു. കടല് കടക്കുമ്പോ ബനൂ ഇസ്രായേൽ സമുദായത്തിന്റെ സ്വത്തുക്കൾ, സ്വർണം, വെള്ളി, മറ്റു ലോഹങ്ങളെല്ലാം കൂടി ഒരു കൂട്ടിയിട്ട് ഏറ്റാൻ കുറച്ചാളെ ലഭിച്ചു. നാട് വിട്ടു പോകുമ്പോ ഓരോരുത്തരെയും അവര് വാരിയെടുത്ത് പോയാൽ ചിലപ്പോൾ നഷ്ടപ്പെടും. അത് സുരക്ഷിതമായി എത്തണമെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് ടീമിനെ ഏൽപ്പിക്കണം. അങ്ങനെയാണ് ഇതര പോകുമ്പോൾ ചെയ്യാം. അപ്പൊ ഇവിടെ സ്വത്തുക്കളെല്ലാം കൂടി സമാഹരിച്ചിട്ട് അത് ഏറ്റാൻ നല്ല കെൽപ്പുള്ള കുറച്ച് പേരെ ഏൽപ്പിച്ചിരുന്നു. കടല് കടന്നു വന്നപ്പോ ഈ സ്വത്തുക്കളെല്ലാം കൂടി ശ്രീനാമരുടെ ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂട്ടി. സാമിനിയും ഇത് ഏറ്റുന്ന കൂട്ടത്തിലായിരുന്നു. അവര് ഏറ്റുന്ന കൂട്ടത്തിലാണ്. ഇത് ഒരുമിച്ച് കൂട്ടിയ മൊത്തം സ്വത്തിന്റെ ആകെ തുക അവന് കണ്ടെത്തി. അവൻ സഹിച്ചില്ല. ആ സ്വത്ത് തട്ടിയെടുക്കാൻ അവനിറക്കിയ നമ്പറാണ് നമ്മുടെ ആഭരണമെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്കൊരു പശുക്കുട്ടി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ സ്വത്തുക്കൾ അവന്റെ കയ്യിൽ വരും. സാധാരണക്കാരനെയും പ്രജകളുടെയും സ്വത്തുക്കൾ ഒളിച്ചു കടത്താൻ, ഒരുമിച്ച് കൂട്ടാൻ എന്നും ദൈവത്തെയാണ് കൂട്ടുപിടിക്കുക. അപ്പൊ അമ്പലത്തിൽ കൊണ്ടുകൂടും. അങ്ങനെയാണ് പ്രശ്നം. അത്രയൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കണം. സാമിനി കാണിച്ചിരുന്ന കളിയാ. ഈ സ്വത്തെല്ലാം കയ്യിൽ വരാൻ വേണ്ടി മുമ്പിൽ കളിച്ച കളി ഇതെല്ലാം കൂടി പശു ഉണ്ടാക്കണം. അങ്ങനെയാണ്. അപ്പൊ അവിടെ ദൈവവും വിശ്വാസവും കൂട്ടുപിടിച്ച കളിക്കുക. ആ സംഗതിയാണ് സാമിനി ചെയ്തത്. അതിന് ന്യായം പറഞ്ഞ പ്രവാചകന്റെ കാലടിപ്പാടുകൾ ഒരു പിടി മണ്ണ് വാരി അങ്ങനെ മനസ്സിൽ ധ്യാനിച്ച് ഇരിക്കുമ്പോ ഇവർക്കില്ലാത്ത ഒരുപാട് എനിക്കുണ്ടായി, അവർ കാണുന്ന കാഴ്ച ഞാൻ കണ്ടു, അവർക്കില്ലാത്ത സ്വപ്നം എനിക്കുണ്ടായി. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തത് ന്യായീകരിക്കുകയും ചെയ്തു. ഇതേ രീതിയിൽ ജനങ്ങളുടെ വരുമാനത്തിൽ കണ്ണും വെച്ചിട്ട് സ്വപ്ന ദർശനമുണ്ടായി. മുടി ഇന്നടത്ത് കൊണ്ടുവന്ന് വെക്കണം എന്ന്, ഇന്നടത്ത് വാങ്ങി കൊണ്ടുവരണമെന്ന് എന്ന് വേണ്ടപ്പെട്ടവർ പറഞ്ഞതായിട്ട് വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. കല്ലിനേക്കാൾ കടുത്ത ഹൃദയമുള്ളവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കളയും. സംശയമൊന്നും വേണ്ട. അതാണ് വിഷയം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതൊക്കെ അറിഞ്ഞിട്ട് കളിക്കലാണ്. അറിഞ്ഞിട്ടേ കളിക്കുന്നത്. വരുമാനമാണ് വലുത്, സാമൂഹിക സ്വത്തായിരുന്നു വലുത്. അതിനാണ് അവന് കളിച്ചത്. പുതിയ കാലഘട്ടത്തിൽ നിലക്കാത്ത വരുമാനത്തിന് വേണ്ടി സംവിധാനം ഒരുക്കാൻ ഉസ്താദുമാർക്ക് താല്പര്യം. നിലക്കാത്ത വരുമാനം, ആ വരുമാനത്തിന്റെ മേലെ കയറിയിരിക്കണം. അപ്പുറത്തിപ്പുറത്തും പൊങ്ങി വന്നതും പഴയതും പുതിയതുമായ ജാലങ്ങൾ ഇങ്ങനെ ഉഷാറാക്കി വെച്ചിട്ട് നമ്മുടെ ആളുകൾ കളിക്കുന്ന സ്ഥിര വരുമാനത്തിന് വേണ്ടിയാ. സ്ഥിര വരുമാനത്തിന് വേണ്ടി ചില പള്ളിക്കാർ ഉണ്ടാക്കി ഇട്ടിരിക്കുന്നു, അവസരം വന്നിട്ടില്ല. വേറെ ചില ആളുകൾ ഉണ്ടാക്കാൻ അവസരം നോക്കി നടക്കുന്നു. വേറെ ചില ആളുകൾക്ക് ഇതില്ലത്രേ. അപ്പൊ ഉണ്ടാക്കാൻ അവിടുന്ന് ആവാഹിച്ച് ഇവിടെ കൊടുന്ന് കടത്തിവിടാം. ഒരു കബറിൽ നിന്ന് ആത്മാവിനെ ആവാഹിച്ച് ഇവിടത്തെ കബറിലേക്ക് കയറ്റി വെച്ച് കുടിക്കുന്ന രീതിയൊക്കെ പഠിച്ചു നമ്മുടെ ഉസ്താദുമാർ. ഇപ്പൊ പുതിയ പുരോഗതിയാണ്. കാരണം നമുക്ക് കബറില്ല, ഇതൊന്നും ഉണ്ടാക്കാൻ നിവൃത്തിയില്ല. അപ്പൊ നാം പഴയ ഒന്നിൻ്റെ ആവാഹിച്ച് ഇവിടെ കുടിയിരുത്താം. ഇങ്ങനെ ഹിന്ദുക്കളുടെ ആവാഹിക്കൽ കുടിയിരുത്തലും ആവാഹിച്ച് ഒഴിവാക്കലും അപ്പുറത്ത് കൊണ്ടുപോയി തള്ളലും ഒക്കെ നമ്മൾ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഈ നല്ല വേഷം ധരിച്ച പട്ടിത്തെ പോലെ തന്നെ. അത് പടച്ചവരുടെ പേടിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് ചോദിക്കാം, ഇത്രയൊക്കെ പച്ചക്ക് അള്ള പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഭയമില്ല അല്ലേ? അലം യദിനില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ല. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാ, ചിന്തയാ നിന്റെ ഹൃദയത്തിൽ പേടി വരുന്നില്ല അല്ലേ എന്ന് ഇത്രയും പഠിപ്പിച്ചിട്ട് അത് നമ്മൾ ചോദിക്കുമ്പോ, ഇത്രയും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും പേടി വരാത്ത ആൾക്കാരുണ്ടല്ലോ എന്നല്ലേ? അതെ, കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടും ഭയമില്ലാതെ വിക്രസ് കാണിക്കുന്നവരുണ്ട്, ഉണ്ടാകും, എണ്ണം പെരുകും. അന്ന് ഒരു സാമരിയാണെങ്കിൽ ഇന്നൊരു 10,000 സാമരിമാരുണ്ടാവും. മൂസാന്റെ ചെറിയ ഒരു സാമര്യം ഉണ്ടായിരുന്നു, വേറെ 10 പേർ ഉണ്ടായിട്ടില്ല. ഇന്നൊരു 10,000 ഉണ്ടാകും സാമരിമാർ, അഭിനവ സാമരിമാർ.
ഈ സമുദായത്തിന്റെ സ്വത്തിൽ കണ്ണു വെച്ചവർ കളിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടവർക്ക് വേണം. അല്ലാത്തവർക്ക് മോണ വഴിക്ക് പോട്ടെ വെച്ചാൽ മതി. ഇതാണ് വസ്തുത. അപ്പൊ ഇത്രയും പരത്തിയൊക്കെ പറയേണ്ടിയുള്ളത് ഒരു സംഗതി വരുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇങ്ങനെ മുൻഗാമികളായ ആ സമുദായം അവരായതുപോലെ ആകാൻ പാടില്ല. അവർ ദീനിനെ മറികടന്നു, പ്രവാചകനെ മറികടന്നു, വേദത്തെ മറികടന്നു. അവസാനം വേദം തിരുത്തി അവരത് പറ്റിയ മതം ഉണ്ടാക്കി. നമ്മുടെ ആൾക്കാരെ പറ്റിയ മതം ഉണ്ടാക്കിയിരിക്കപ്പോ ഖുർആൻ തിരുത്താൻ നമ്മൾ പേടിച്ചില്ല. ഖുർആനും ഹദീസോടെ നിർത്തിയിട്ട് അവർക്ക് വേറൊരു മതമുണ്ട്. നിങ്ങൾ നോക്കണം കേട്ടോ. ഇനി പറയാൻ സാധ്യത വർത്താൻ നിങ്ങൾ ക്ഷമിക്കണം. ഖുർആനും ഹദീസോടെ വെച്ചിട്ട് ഇവർ വേറൊരു മതം ഉണ്ടാക്കി. അതിന്റെ ഉദാഹരണമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിന് ഒരു കാര്യം സമാധാനം ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാനും പേടി. ഒരു വാഹനം ഡെലിവറി വാങ്ങാൻ പേടി, ഒരു വീട് തറക്കലിടാൻ പേടി, കല്യാണം നിശ്ചയിക്കാൻ പേടി, പെണ്ണ് പ്രസവിക്കാൻ പേടി. അവൾക്ക് അല്ലെങ്കിൽ പ്രസവം പേടിയാ. ബാപ്പാക്ക് പെണ്ണ് പ്രസവിക്കുന്നതും പേടി ഭർത്താവിന്. കാരണം എന്താ? സമയം ശരിയായില്ല. എല്ലാം പേടിയാ. ഗൾഫിലേക്ക് പോകാൻ പേടി, എല്ലാം പേടിയാണ്. ആരായ സമുദായത്തെ എങ്ങനെ ആക്കിയത്? ഇത് തട്ടാന്റെ തൊഴിലെ മുയലിനെ പോലെ സമുദായം. എന്ത് കേട്ടാലും പേടി. ഭയമില്ലാതിരിക്കലാണ് ഈമാന്റെ ലക്ഷണം. ഈമാൻ അമ്ന് രണ്ടും ബന്ധമുണ്ടാവും. അമ്ന് നിർഭയത്വം. ഈമാൻ നിർഭയമാണ്. നിർഭയമായ അവസ്ഥയാണ് വിശ്വാസത്തിന്റെ അവസ്ഥ. പക്ഷെ ഇത് മുഅ്മിനീങ്ങൾ നിർഭയരല്ല. അവർക്ക് പേടിയാ, ഭയങ്കര പേടി. അതുകൊണ്ടൊരു കല്യാണ ഡേറ്റ് തീരുമാനിക്കാൻ പോയ പ്രശ്നം അവരാദ്യം ഓടിച്ചെല്ലും. ആരുടെ അടുത്ത്? കണക്കപ്പെട്ട ഉസ്താദാണ് കേട്ടോ. ഇപ്പോഴത്തെ കണക്കന്മാരല്ല, ഗണികന്മാർ. എന്നിട്ട് അത് നമ്മുടെ കല്യാണം ഏത് ദിവസമാണ്? എല്ലാ ദിവസവും നമുക്ക് അനുകൂലമാണ് ഇസ്ലാം. കിതാബ് സുന്നത്ത് അങ്ങനെ പഠിപ്പിച്ചത്. പക്ഷേ അത് മാറ്റി വേറൊരു മതം ഉണ്ടാക്കി. എന്നിട്ട് ഇവർ കിതാബ് എടുത്ത് വെക്കും. ഈ കണക്കൊക്കെ ഈ രാവും കേതു വീടിന്റെ കണക്ക് മാതൃഭൂമിയെ കട്ടെഴുതിയിട്ടുണ്ട്. അവിടെ മലയാളത്തിലൂടെ അങ്ങനെ സാധനം നമ്മൾ ഈ ഉപ്പാന്റെ കയ്യിലുണ്ടായി. ഒരുപാട് സാധനം നമ്മൾ അത് വെക്കുന്നുണ്ട്. അതിനെ വാങ്ങി വെച്ചിരിക്കുക ഇവിടെ. അത് നോക്കിയിട്ട് ഇവൻ വിളിച്ചിട്ട് പറയും ആ സമയം ശരിയല്ല, ഈ സമയം ശരിയല്ല. മറ്റേ ചൊവ്വാദോഷം എന്ന ഒന്നും നമുക്കില്ല. പക്ഷെ ചൊവ്വാഴ്ച ഒരു കാര്യം ചെയ്യാൻ ധൈര്യമുള്ളവർ ഇവിടെ എത്ര പേരുണ്ടാവും? ഉണ്ടാവില്ല. നിങ്ങളെ ഈമാനെ ചോദിക്കുക. ചൊവ്വാദോഷം ഹിന്ദുവിത്ത. പക്ഷേ ചൊവ്വാദോഷം ഭയന്നിട്ട് ചൊവ്വാഴ്ച ഒരു നല്ല കാര്യം ചെയ്യാത്തവരാ ഈ ഇരിക്കുന്നവർ ഭൂരിപക്ഷവും. നിങ്ങൾ റമദാനിലെല്ലാവരും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വിട്ടെ. എനിക്കെന്താ കുഴപ്പം? ചൊവ്വാഴ്ച ഒരു നല്ല കാര്യം ചെയ്യാത്ത ഒരുപാട് മാന്യന്മാരുടെ അവര് കണക്കപ്പെടുത്താൻ പോയിട്ടുണ്ടാവില്ല. പക്ഷെ ചൊവ്വാഴ്ച കേൾക്കുമ്പോഴേക്ക് ചൊവ്വാദോഷം ഓർമ്മ വരും. നമുക്ക് ചൊവ്വാദോഷം എനിക്കൊരു കാര്യം പറയാൻ പറ്റുമല്ലോ. എന്നെ അതിന്റെ പോലെ സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു വീട് വെക്കാൻ തീരുമാനിച്ചു. വെച്ച് 5-6 കൊല്ലം. ചൊവ്വാഴ്ച ബുക്ക് ചെയ്ത് വെച്ചു. ചൊവ്വാഴ്ച തറ കിട്ടി, ചൊവ്വാഴ്ച തറക്കല്ലിട്ടു, ചൊവ്വാഴ്ച കട്ടിൽ വെച്ചു, ചൊവ്വാഴ്ച വാർത്തു, ചൊവ്വാഴ്ച കുടിയുന്നു. ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ ഉമ്മമാരും മക്കൾ സുഖമായിട്ട് ജീവിക്കുന്നത് തെളിയിക്കും. അങ്ങനെയല്ല. ഞങ്ങളുടെ നാട് പരിഷ്കരണ നാടാണ്. പക്ഷെ അവിടെ ചൊവ്വാഴ്ച പ്രശ്നമാണ്. യാഥാസ്ഥിക നാടല്ല മനസ്സിലാക്കിയത്. പരിഷ്കരണ നാടാണ് മംഗള. പക്ഷെ അവർ ചൊവ്വ പേടിക്കുന്ന ആൾക്കാരാ. മാന്യന്മാരായി നടക്കുന്ന പലർക്കും ഭയമാണ്. പടച്ചവൻ വിശ്വാസമല്ല. നിങ്ങൾ ഹിന്ദുക്കളോ മുസ്ലിമോ ചോദിക്കേണ്ടി വരും നമ്മളിപ്പോ. അപ്പോ ഒരു കൂട്ടർ അങ്ങനെ, വേറെ കൂട്ടർ അനന്യായി കണക്കുന്ന ആള് നാണിക്ക് നോക്കിയിട്ടാ പോവുക. നിങ്ങൾ കാലത്തെ, നാഴികയെ, സമയത്തെ, ദിവസത്തെ കുറ്റം പറയരുത്. ഞാനാണ് കാലം. അമ്മ പറയാ കാലം അവതയാണ്. കാലം ആപേക്ഷികമാണ്. കൂട്ടരെ, നമ്മൾ മാതാവിന്റെ ഗർഭത്തിലെത്തും വരെ നമുക്ക് കാലം അനുഭവപ്പെട്ടില്ല. നമ്മൾ ഉണ്ടായിരുന്നു. ഈ എഡിഷൻ അപ്പോഴേ അറിഞ്ഞതുള്ളൂ. അപ്പോ ആരുടെ ഈ എഡിഷൻ ഉമ്മാന്റെ ഗർഭത്തിൽ വന്നു. ഞാൻ മക്കളെ വന്നു. നിങ്ങൾ തിരുവനന്തപുരത്ത് എവിടെ വന്നു? അതിന് നമ്മളുണ്ട്. ഉമ്മയുടെ ഗർഭാവസ്ഥയിൽ നമുക്ക് കാലം അറിയില്ലായിരുന്നു. നമുക്കറിയില്ല. ഉമ്മക്കറിയാം എത്ര ദിവസമായിരുന്നു, ഡോക്ടർക്കറിയാം. നമുക്കറിയില്ലായിരുന്നു. നമ്മൾ പുറത്തു വന്നു, ജനിച്ചു വന്നു. ജനിച്ച മുതൽ നമ്മുടെ തലക്കുറി എഴുതി വെച്ചു, ഡേറ്റ് ഓഫ് ബർത്ത്. അവിടെ മുതൽ നമുക്കൊരു ഡേറ്റ് ഉണ്ടായി. ആണല്ലോ? ആണ്. അവിടെ മുതൽ നമ്മൾ ജീവിക്കുന്ന കാലം മാത്രം രേഖപ്പെടുത്തപ്പെട്ടു. മരണം വരെ. അതുകൊണ്ട് ജനനവും മരണവും നമുക്ക് കണക്കാം. അതിനുശേഷവും നമുക്ക് കാലമില്ല. കാലം അനുഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആദ്യം
മുതൽ ഇങ്ങോട്ട് മരിച്ച് മണ്ണടിഞ്ഞു പോയ മനുഷ്യർ അവര് ഖിയാമത്ത് നാൾ സംഭവിച്ചിട്ട് യൗമുൽ ബഅസ് പുനരുദ്ധാനം സംഭവിക്കുമ്പോൾ പുനർജനിച്ച് വരുമ്പോ കംലബിസ്തും എത്ര കാലം നിങ്ങൾ താമസിച്ചു, നിങ്ങൾ ബർസഖിൽ അഥവാ ഈ ദുനിയാവിന് ശേഷം മരണശേഷം ഖിയാമത്ത് നാൾ സംഭവിച്ച് പുനരുദ്ധാനം വരെയുള്ള ആ നീണ്ട കാലം ബർസഖിൽ ജീവിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾ എത്ര കാലം ജീവിച്ചു എന്ന് ചോദിച്ചാൽ ലബിസ്നാ യൗമൻ ഔ ബഅദ, ഞങ്ങൾ ഒരു ദിവസമോ അല്ലെങ്കിൽ ഏതാനും നാഴിക മാത്രമോ ആണ് ഉറങ്ങിയതെന്ന് അവർ പറയും. അത് നബിയോട് ചോദിക്കണം, സാഹിബേ ഇപ്പൊ ഇന്റർവ്യൂവിന്റെ കാലമാണല്ലോ, നമ്മളെ കുന്തം പിടിച്ചിട്ട് ചാനൽ ചെല്ലുമ്പോലെ ഖിയാമത്ത് നാൾ കാണുമ്പോൾ ചെന്നിട്ട് സാഹിബേ എത്ര കാലം ഉറങ്ങി? അതിന് ഒരു ദിവസമോ ഇത്രയും ഉറങ്ങിയിട്ടുള്ളൂ. ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ മരിച്ച ഒരാൾക്ക് വിചാരിക്കാം അതിന് കുറച്ച് ഉറങ്ങിയിട്ടുള്ളൂ. അപ്പൊ കാലമില്ല, പിന്നെ എല്ലാവർക്കും കാലം അനുഭവപ്പെടുന്നില്ല. അപ്പൊ കാലം അസയാണ്, കാലമാണ് സത്യം. അള്ളാഹനെ സത്യം ചെയ്യുന്നത് അള്ളാഹനെ പിടിച്ചാണ് സത്യം ചെയ്യുന്നത്. അപ്പൊ നാളും നാഴികവും കാലവും അസയാണെന്നിരിക്കെ നാളിനെയും നാഴികയെയും ശപിച്ചും കുറ്റപ്പെടുത്തിയും നല്ല നാളും ചീത്ത നാളും തീരുമാനിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു മതമുണ്ട് നമ്മുടെ ഉസ്താദുമാരുടെ കയ്യിൽ. അത് മതത്തെ മാറ്റിമറിക്കും. അവർക്കവിടെ റസൂല് പ്രശ്നമല്ല, റസൂലിന്റെ സ്നേഹത്തെ വല്ലാതെ പറയും, പക്ഷെ റസൂലിന്റെ പ്രശ്നമല്ല, അത് കിതാബ് പ്രശ്നമല്ല. അവർക്ക് വേറൊരു ദീനുണ്ട്. ഇവിടെ നല്ല ഒരു ശതമാനം പണ്ഡിത വേഷങ്ങൾക്കും വേറെ ഒരു ദീനും വേറെ കുറെ കിതാബുണ്ട്. നിങ്ങൾ പോയി പരിശോധിക്കൂ. അവരുടെ ആ കയ്യിലുള്ള കിതാബും അതിലെ വർത്താനം ഈ ഖുർആനിൽ കാണില്ല, തഫ്സീറിൽ കാണില്ല, തിരുവചനത്തിലും കാണില്ല. അവർക്ക് വേറൊരു കിതാബ് ദീനുണ്ട്. അത് നോക്കിയിട്ടാ വർത്താനം പറയാം. ഏതൊരു കാര്യം നടക്കൂല തീരുമാനിക്കാൻ വേറെ കിതാബുണ്ട്. ഞാനത് തിരുവനന്തപുരത്ത് മനസ്സിലായി, അന്വേഷിച്ച് നോക്കി. പാൽ കണക്കുന്ന പേര് പറഞ്ഞാൽ പേര് നിങ്ങളാണ് പാൽ കണക്കുന്ന നടക്കുന്നത്. നിങ്ങളെ പേടിക്കണം. നിങ്ങളൊക്കെ ഇതിനോട് താല്പര്യം ആൾക്കാരെ ഇത് കിട്ടാനെന്ന മാർഗം അന്വേഷണം കിട്ടിയില്ല. പാൽ കണക്കുന്ന അവസാനം ഒരാൾ പറഞ്ഞു, കൊല്ലത്തെ ചിന്നക്കടപ്പള്ളിയുടെ മുമ്പിൽ ആരംഭിക്കാറുള്ളത് ഭയങ്കര വല്ല സാധനമില്ലേ. ഞാൻ എന്റെ സുഹൃത്ത് തൃശ്ശൂർക്കാരൻ കൊല്ലത്ത് കച്ചവടം അസംബ്ലി വിളിച്ചിട്ട് പറഞ്ഞു, 4 ആഴ്ച അത് കോപ്പിയിൽ ഊരിയിരിക്കുന്നു. മറിച്ച് നോക്കുമ്പോൾ ബഹുരസമാണ്. ഇതിലിങ്ങനെ ഓരോ ഉദ്ദേശിച്ച് വെച്ചിരിക്കാം, ഓരോ ഉദ്ദേശത്തിന്റെ പേരിരിക്കാം. ഇതിന് കുറെ അലിബാസ എഴുതിയിട്ട് നടക്കും, നടക്കില്ല, കുറച്ച് നടക്കും, കാലതാമസം ഉണ്ടാകും, എളുപ്പത്തിൽ സാധ്യമായിട്ടുള്ള കുറെ കളികൾ എല്ലാം ഒരുപോലെ തന്നെ, തലക്കെട്ട് മാത്രം മാറ്റും. അപ്പോ ഒരാൾ ചെന്നിട്ട് അപ്പോൾ രസകരമായ അനുഭവം കൂടി പറയാം. ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്ത ഒരു ആര്യനാട് മാഹിനുണ്ട്, ഇഷ്ടപ്പെട്ട സുഹൃത്താണ്, NTV. അവരുടെ അനുഭവം പറഞ്ഞു. ഞാൻ ഈ വിഷയം ചർച്ച പറഞ്ഞു. അപ്പൊ അവന്റെ ഒരു സുഹൃത്തിന്റെ കുട്ടിയെ ശീതരോഗ ചികിത്സക്ക് വേണ്ടി കൊണ്ടുവന്നപ്പോ എക്സ്റേ എടുക്കാൻ വേണ്ടി കുട്ടിയുടെ ചെയിൻ അഴിച്ചു വെക്കാൻ ഡോക്ടർ പറഞ്ഞു. ഞാൻ ചെയ്യാറുണ്ട് എക്സ്റേ. ഇത് അഴിച്ചു വെച്ചത് ഓർമ്മയുണ്ട്, പിന്നെ കാണാൻ പരിശോധനയ്ക്ക് കഴിഞ്ഞ് വീട്ടിൽ ചെയിൻ കാണാൻ ഭാര്യ സമ്മതിക്കുമോ? പെണ്ണുങ്ങളാണെങ്കിൽ ഇതിനെല്ലാം ആശാനമാണ്. അതാണ് നരകത്തിൽ അവർ കൂടാൻ കാരണമാണ്. ആദ്യം നരകത്തിൽ പെണ്ണുങ്ങൾ കൂടുതലാണ് കേൾക്കുമ്പോൾ സങ്കടമായിരുന്നു. പക്ഷേ ഈ പെണ്ണുങ്ങളോട് ഇങ്ങനെ വിവേചനം പറയുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇവരെ തന്നെ കൂടുതലുണ്ടാവാം. കാരണം സകല ദീനയിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഭർത്താക്കന്മാരെ വരെ വഞ്ചിക്കുള്ളൂ, കുഫറിലേക്ക് ശുദ്ധിയിലേക്ക് പറഞ്ഞു. അപ്പൊ നരകത്തിൽ അവർ തന്നെ ഉണ്ടാവേണ്ടത് ഇപ്പൊ ഉറപ്പായി. കാരണം മുമ്പൊരിക്കൽ ഇവിടെ ഞാൻ ഒരു ചാർജ് എടുത്ത വർഷം ഒരു റമദാനിന്റെ ചാർജ് എടുത്തത്. അപ്പൊ ഒരു TV പ്രോഗ്രാം വിളിച്ചു പോയി, ഞാനതിന്റെ പേര് പറയുന്നില്ല. അപ്പൊ അവിടെ ഒരാള് പരിപാടി അവതരിപ്പിച്ച് മുമ്പ് നിർത്താനുള്ള കാരണം അതിന്റെ ആള് ഈ പണി വരുന്ന ആളാണ്. അയാൾ പറഞ്ഞത് 3-4 ഭർത്താക്കന്മാർ തരുന്നത്രേ ഇവിടെ ചാനൽ ഓഫീസിൽ. എന്താ കാരണം അക്കൗണ്ടിൽ നിന്ന് പണം പോയിരിക്കുന്നു, 20,000 25,000 പോയിരിക്കുക. ഭാര്യ വലിച്ചിട്ട് അയച്ചു കൊടുത്തിരിക്കുക ആ ഉസ്താദിന്. ആ ഉസ്താദ് പ്രത്യക്ഷപ്പെടുന്ന ചാനൽ തന്നെ വന്നിരിക്കുക ഭർത്താക്കന്മാർ. അപ്പൊ ഭർത്താക്കന്മാരെ വഞ്ചിച്ച് അക്കൗണ്ടിലെ പണം വരെ ഉസ്താദിന് അയച്ചു കൊടുക്കുമല്ലോ നമ്മുടെ പെണ്ണുങ്ങൾ. അതാണ് ഈ പെണ്ണിന്റെ തീരുമാനം. അപ്പൊ ഈ പെണ്ണുങ്ങൾ നരകത്തിനെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇയാളെ ഭാര്യ പറഞ്ഞ് നിങ്ങളൊന്ന് പോയി നോക്കൂ, എവിടെ അവിടെ എന്റെ പാൽക്കണക്ക് വെച്ചിട്ട് ഉസ്താദ് പറയും കിട്ടൂലേ. ഇവിടെ ശല്യം സഹിക്കാതെ മൂപ്പര് പോയി. അങ്ങനെ ദക്ഷിണൊക്കെ വെച്ചുകൊണ്ട് ദക്ഷിണ വെക്കാതെ പണി ചെയ്യില്ലല്ലോ. ഇസ്ലാമിക സേവനം ചെയ്യട്ടെ, ഈ സേവനം ഇല്ല ഈ വിഷയത്തിൽ. ദക്ഷിണ വെച്ച് അങ്ങനെ ഉസ്താദ് പേരൊക്കെ മറിച്ച് അങ്ങനെ ഈ പേരെടുത്തിട്ട് കണ്ണിരിക്കാൻ പറഞ്ഞു. കണ്ണിരിപ്പി അവരോട് തൊടാൻ പറഞ്ഞിട്ട് നടക്കില്ല, കിട്ടില്ല. എന്ത് കിട്ടില്ല? സ്വർണം കിട്ടില്ല, കിട്ടൂല, കിട്ടൂല. ഉസ്താദ് പറഞ്ഞില്ലേ. 1 മാസം കഴിഞ്ഞ്
മൂപ്പത്തി ഇയാളുടെ ജീൻസ് ഇറക്കാൻ ജീൻസ് 3 മാസത്തെ ഇടാനുള്ള ഇത് വാങ്ങാറുണ്ട് അലക്കാതിരിക്കാൻ സൗകര്യമുണ്ട്. അപ്പൊ ഇത് ഈ 32 മാസം കഴിഞ്ഞ് അലക്കാൻ പാൻറ്റിനൊക്കെ ഇവിടെ ചെയ്ത് കിടക്കുന്നത് പാൻറ്റിനൊക്കെ. അപ്പൊ കുട്ടിക്ക് എക്സ്ട്രാ എടുക്കുമ്പോൾ ഇത് ഊരി ചെയ്തിട്ട് ഒക്കെ അവിടെ കിടക്കുക. പിന്നെ ഈ സാരി ഊരാത്തത് കൊണ്ട് 30 കൈ കിട്ടിയില്ല. അലക്കാൻ കിട്ടിയപ്പോ പാൻറ്റിന്റെ പോക്കറ്റിൽ സാധനം കിടക്കുന്നു കിട്ടി. ഇതൊക്കെ പറഞ്ഞാൽ എന്തെന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഇവർക്കൊരു കിതാബുണ്ട്, ഒരു ദീനുണ്ട്. അതിലവർക്ക് അള്ളാഹുവിന്റെ കിതാബും വേണ്ട, തിരുസുന്നത്തും വേണ്ട. നിങ്ങൾ നോക്കിക്കോ, സകല ഉസ്താദുകളുടെ കയ്യിൽ വേറൊരു കിതാബുണ്ടാവും. 1 2 3 ദിവസം കണക്കുണ്ടാവും. അത് വെച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ദീനിനെ അട്ടിമറിക്കാൻ കിതാബ് മാറ്റിയത് ഇപ്പൊ നമ്മളൊക്കെ പഠിച്ചതാണ്. അഖില കിതാബുകാർ യഹൂദരും നസ്രാനികളും തൗറാത്തും ഇങ്ങനെ മാറ്റി എഴുതി. ഈ ഖുർആൻ മാറ്റാൻ പറ്റാത്തത് കൊണ്ട് അവർ മാറ്റി എഴുതിയില്ല. മാറ്റി എഴുതാൻ നമ്മൾ കൈവെക്കും, അവരെ ഉറപ്പാ കൈവെക്കും. സഹീഹായ ഹദീസുകൾ മാറ്റിടാൻ പറ്റില്ല അവർക്ക്, അതിവിടെ രേഖപ്പെടുത്തപ്പെട്ടു പോയി. അതുകൊണ്ട് അത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് അവർ പുതിയ തന്ത്രങ്ങൾ മനഞ്ഞ പുതിയ കിതാബുകളും ദീനുണ്ടാക്കിയിരിക്കാം. ഈ കാലഘട്ടത്തിൽ ആ അഖില കിതാബ് അതേ രീതി ചെയ്ത ഈ പണ്ഡിതന്മാർ തന്നെ അവിടെ റബ്ബിമാരെ പോലെ ഈ ഉസ്താദുമാർ, യഹൂദന്റെ റബ്ബിമാരെ പോലെ ഈ ഉസ്താദുമാർ, ക്രൈസ്തവന്റെ പാതിരിമാരെ പോലെ റുഹ്ബാന്മാരെ പോലെ ഈ പണ്ഡിത വേഷങ്ങൾ. ഒരു മാറ്റമല്ല, അവർക്ക് ചെയ്യും ചെയ്യും. അവർ പോയ വഴിക്ക് ഇവർ പോകും. ആ വീട്ടിലൊക്കെ ഇവരുണ്ടാക്കും. അവർക്ക് പടച്ചവനെ പേടിയില്ല. നിങ്ങൾ പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല. പടച്ചവനെ പേടി പണിക്ക് പോകില്ല. പടച്ചവനെ പേടി ഉസ്താദ്മാർ പോകാറില്ല. നല്ല ഉസ്താദ്മാർ ആ കൂട്ടത്തിനുണ്ട്. ഞാൻ ബഹുമാനിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ പണിക്ക് പോവില്ല. കാരണം അവർക്ക് പടച്ചവനെ പേടിയുള്ളതുകൊണ്ടാ. ഈ പഹയന്മാർക്ക് പേടിയില്ല. അതുകൊണ്ട് അവർ വിറ്റ് കാശുണ്ടാക്കും, ദീന വിറ്റ് കാശുണ്ടാക്കും. അധിക പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളുടെ ധനം അന്യായമായി തിന്നും, ജനങ്ങളുടെ ധനം അന്യായമായി വിടുങ്ങും. അതാണ് എന്റെ മലയാള ഭാഷ. അള്ളാഹുവിന്റെ ശരിയായ വഴി നിലമ തടയുകയും ചെയ്യും, തടയും. ഞാൻ പറഞ്ഞു പോയതെന്ന് വെച്ചാൽ എന്തിനും പേടിയാ. അപ്പൊ നമ്മൾ പോയിട്ട് ചോദിക്കും, അല്ല നമുക്കൊരു വീടിരിക്കാനുണ്ടായിരുന്നു. റമദാൻ മാസം പറ്റൂല. എന്തേ റമദാൻ മാസം പ്രശ്നം? അഗ്നിയാവും. ആരാ ഉസ്താദ്? അഗ്നിയാവും. അപ്പൊ കൂട്ടരെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, റമദാൻ മാസം വരുന്നത് പ്രമാണിച്ചിട്ട് അത് അവല്ലക്കും ഷഹ്റുൻ മുബാറക്കും, നിങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു മാസം തന്നിട്ടിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്ക് റസൂൽ പറഞ്ഞു. ഷഹ്റുൻ മുബാറക്ക് റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയ മാസത്തെ തീയാളുന്ന മാസമാക്കി ഉസ്താദ് വ്യാഖ്യാനിച്ചവർ നിങ്ങൾ ഉസ്താദിന്റെ കൂടെ വരുന്നത്. നിങ്ങൾക്ക് റസൂലിനെ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ കുഴപ്പക്കാരാ. അല്ലെങ്കിൽ ആ പഹയൻ എടുത്ത് പോകേണ്ട കാര്യമില്ല. ഈ കിതാബ് സുന്നത്ത് വെച്ചിട്ട് ഏത് സമയത്ത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ പ്രശ്നക്കാരാ. നിങ്ങളാണ് അവരെ വളർത്തിയത്. ആരെ? ഈ കേന്ദ്രങ്ങളെ നിങ്ങളാ വളർത്തിയത്. നിങ്ങൾ ഇതിനൊക്കെ പോയി ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ രീതിയുണ്ടോ? നാളും നാഴികയും നോക്കിയിട്ട് പ്രസവം തീരുമാനിക്കാൻ ഡോക്ടർ നിർബന്ധിക്കുന്ന ആളുകളുണ്ടല്ലോ, മാന്യന്മാർ. എന്റെ സുഹൃത്തിന്റെ വൈഫ്, ഞങ്ങളുടെ ഒരു സഹോദരിയുണ്ട്, ഒരുപാട് കഥകൾ പറയും. നല്ല മാന്യ നിസ്കാരക്കാരോട് പോയിട്ട് പറയാണ്, 2:30ക്കും 3:00 പ്രസവിക്കണം. 2:30ക്കും 3:00 എന്ത് അവിടെ നാളെ ശരിയോ? അതാണ് ഈ മാന്യന്മാരുടെ കോലം. നിങ്ങൾ ഇവരുടെ അതാണ് മനസ്സിലായി. നാള് കുറിച്ചു കൊണ്ടുവന്നിരിക്കാം. പ്രസവത്തിന് വരുമ്പോ ഡെലിവറിക്ക് വരാൻ വേണ്ടി ഡോക്ടർ നാളും കുറിച്ച് വന്നിരിക്കാം. ഈ നാളിൽ പ്രസവിക്കണം. ഒന്നുകിൽ പ്രസവം ഭിന്നിപ്പിക്കണം, അല്ലെങ്കിൽ നേരത്തെ സിസ്റ്ററിനാകണം. ഇത്രയും വൃത്തികേട് സമുദായം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വേറൊരു ദീൻ ഉണ്ടാക്കിയിരിക്കുക. ഇങ്ങനെയാണ് ദീൻ അട്ടിമറിക്കുക. ഇങ്ങനെ അട്ടിമറിക്കുള്ളൂ. റസൂലിന്റെ വർണ്ണന നമ്മുടെ പണ്ഡിതന്മാർ നടത്താറുണ്ട്. ആകാര സൗഖ്യ ഹദീസിന്റെ അടിസ്ഥാനത്തില ആ ആകാര സൗഖ്യ വർണ്ണന വെച്ചിട്ട് വേണമെങ്കിൽ റസൂലിനെ വരക്കാം. നമ്മളെ വരയ്ക്കില്ല. യേശു ക്രിസ്തുവിനെ നേരത്തെ ആരും വരച്ചിട്ടുണ്ടായിരുന്നില്ല. ബിംബമില്ല, ചിത്രമല്ല. പിൽക്കാലത്ത് ഒരാൾക്ക് തോന്നി യേശുവിനെ വരക്കണം, ഒരു രാജാവിന്. അങ്ങനെ അദ്ദേഹം യേശുവിന്റെ വർണ്ണന പണ്ഡിതന്മാരെ കൊണ്ട് പറയിച്ചിട്ട് അത് എഴുതി വെച്ചു. എന്നിട്ട് ആ വർണ്ണനയിൽ ഒരാളെ വരക്കാൻ വേണ്ടി വലിയ ചിത്രകാരനെ ഏൽപ്പിച്ചു. ആ ചിത്രകാരൻ റോൾ പോടാൻ വേണ്ടി ഇറങ്ങി നടന്നപ്പോ നിഷ്കളങ്ക ഭാവമുള്ള ഒരു കുട്ടിയെ, ഒരു യുവാവിനെ കിട്ടി. അവനെ പിടിച്ചിരുത്തിട്ട് വരച്ചിത്ര യേശുവിനെ ചിത്രം. നീണ്ട മുടി, താടി അങ്ങനെ വരച്ചതാ. അങ്ങനെ വരച്ച് യേശുവിന്റെ ചിത്രം ഇപ്പോ വിഗ്രഹമായി, പ്രതിഷ്ഠയായി, എല്ലാമായി. ഇങ്ങനെ പ്രവാചകനെ വരയ്ക്കാൻ നമ്മൾ സമ്മതിക്കൂല.
സമ്മതിക്കോ? ഇല്ല. പ്രവാചകനെ കുറിച്ചുള്ള വർണ്ണന വായിച്ച് വരയ്ക്കാൻ സമ്മതിക്കൂല. നമ്മള് പ്രവാചകനെ ഒരു പ്രതിമയാക്കി വെക്കാൻ സമ്മതിക്കുമോ? സമ്മതിക്കൂല. പ്രവാചകനെ വരക്കാൻ സമ്മതിക്കൂല, പ്രവാചകൻ പ്രതിമയാക്കാൻ സമ്മതിക്കില്ല. പ്രവാചകന്റെ കവറൊന്നും കിട്ടിയാൽ കൈകാര്യം ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പൊ സൗദി അറേബ്യയിലായിപ്പോയി. അതുകൊണ്ട് ഉസ്താദ്മാർ കിട്ടിയില്ല. കിട്ടിയവർക്ക് കിട്ടിയെങ്കിൽ പഠിച്ചാലേ നമ്മൾ പണം കൊടുത്ത് വാങ്ങൂലേ? സൗദി മുഴുവൻ വാങ്ങും. പൈസ കാണിട്ട് ഈ സാധനം എത്ര കോടിക്കണക്കിന് പൈസ ഇവരുടെ കയ്യിൽ. സൗദി അറേബ്യയിൽ 5 സെന്റ് വാങ്ങൂലേ ഇവർ മദീന പള്ളിക്കകത്ത്. എന്നിട്ട് അങ്ങോട്ട് സിയാറത്ത് നോക്കൂലേ? ഫ്ലൈറ്റ് അല്ലേ, ചാർട്ടേഡ് ഫ്ലൈറ്റുള്ള നെടുമ്പാശ്ശേരിയിൽ നിന്ന് കരിപ്പൂരിൽ നിന്ന് പോകാൻ നിങ്ങൾ ക്യൂ നിൽക്കൂലേ? അത് സൗദി അറേബ്യ രക്ഷപ്പെട്ടതാ. അപ്പൊ പ്രവാചകനെ വരക്കാനും പറ്റില്ല, പ്രവാചകനെ വിഗ്രഹവൽക്കരിക്കാനും വയ്യ, പ്രവാചകനെ കവർ കൊണ്ട് കയ്യിൽ കിട്ടിയില്ല. പിന്നെ അവിടെ ആവാഹിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റുമോ? അതും പറ്റില്ല. അവിടുത്തെ കലമുറി എല്ലാം ആവാഹിച്ച് കലത്തിലേക്ക് എടുക്കണം. പിന്നെ കലമുറി എല്ലാം പറ്റില്ല, പോലീസ് പിടിക്കോളും. അപ്പൊ പിന്നെ ഒരു മുടിയുടെ പ്രശ്നത്തിലായി. ഇങ്ങനെയാണ് കളിക്കുന്നത്. ഇതാണ് നിങ്ങൾ അട്ടിമറിക്കാൻ. അപ്പൊ ഒരു മുടിയേറ്റ് വന്നിരിക്കാം. ഇങ്ങനെ അട്ടിമറിക്കും ഈ കൂട്ടർ. അവർക്ക് പടച്ചവന്റെ കാര്യമില്ലാത്തതുകൊണ്ടാണ്. അള്ളാഹ് ഇതാണ് അവർ ചെയ്തത്. അത് യഹൂദന്റെ അത് നിങ്ങളും ചെയ്യുന്നത്. യേശുവിനെ എങ്ങനെ വിഗ്രഹവൽക്കരിച്ചുവോ അങ്ങനെ വിഗ്രഹവൽക്കരിക്കാൻ പോകുന്ന പ്രവാചകനെ അത് ചിത്രം വെച്ച് കഴിയാത്തത് കൊണ്ട് തൽക്കാലം മുടി വെച്ച് ആകാമെന്ന് വെച്ചു എന്ന വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് പ്രതിഷ്ഠയുള്ള പള്ളികൾ ഉണ്ടാകാൻ പോകുക ഇസ്ലാമിൽ. ഇസ്ലാമിലെ പള്ളികളിൽ പ്രതിഷ്ഠയില്ല, ഒരു പ്രതിഷ്ഠയും പാടില്ല. ഇത്രയും ലളിതമായിരിക്കണം ഇസ്ലാമിലെ പള്ളി. അങ്ങനെയാണ്. പക്ഷെ പള്ളികൾ പ്രതിഷ്ഠയോടുകൂടി വരാൻ പോവാം. അങ്ങനെയാണ് ഉസ്താദ്മാർ പുതിയ മതം ഉണ്ടാക്കുക. അത് നിങ്ങൾ പഠിക്കണം. അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അള്ളാഹ് പ്രതിയായി പോകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്ക്. പക്ഷെ പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ കാലം കുറെ കടന്നു കഴിഞ്ഞു വന്നപ്പോ അവർ ഒരുപാട് വൃത്തികേട് ചെയ്തു. ഗുരുവും അള്ളാഹ് പേടിയില്ലാതെ ഹൃദയങ്ങൾ കടുത്തുപോയി. അവരിൽ അധിക ആളുകളും തമ്മാടികളും ധിക്കാരികളും കുറ്റവാളികളുമാണ്. അതാണ് മുൻകഴിഞ്ഞു പോയ തലമുറ. അതുപോലെ നിങ്ങളും പോകാനല്ലേ? നിങ്ങൾക്ക് ഭയമില്ല അല്ലേ? പടച്ചവനെ പേടിയില്ല, നിങ്ങളുടെ ഹൃദയത്തിന് പേടി വരുന്നില്ല. അതാണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആകാൻ പാടില്ല എന്ന് വീണ്ടും ഖുർആൻ. നിങ്ങൾ അറിയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ അതിന്റെ മരണശേഷം ജീവിപ്പിക്കും. ഭൂമിയെ മരണശേഷം ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മഴ വർഷിക്കുമ്പോൾ അത് സജീവമാകും. ഉദാഹരണം അതുപോലെ ആ ഉദാഹരണം പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉത്ബോധനങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ജീവത്താക്കും. അവന്റെ മഴ കൊണ്ട് ഭൂമിയെ ജീവത്താക്കുന്നത് പോലെ. അതാണ് ഇവിടെ മഴയുടെ വർണ്ണം വരാൻ പോകുന്നില്ല. മഴയെ കുറിച്ച് പറയുന്നില്ല ഇവിടെ പറഞ്ഞത് ഹൃദയത്തിന് പേടിയില്ല. ഹൃദയത്തിന് പേടിയില്ല എന്ന കാര്യമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നിങ്ങളുടെ ഹൃദയത്തിൽ വരാത്തതെന്താണ്? നിങ്ങൾക്ക് സമയമായില്ലേ? അന്തക്ഷരൂപില്ല. അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണയാലുള്ള ഹൃദയങ്ങൾ പ്രകമ്പനം കൊള്ളാൻ, ഭയപ്പാടുള്ള അവസ്ഥയാവാൻ, അള്ളാഹ് ഇറക്കിയ ഈ സത്യം കൊണ്ടും ഈ ദീൻ കൊണ്ടും നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രകമ്പിതമാകാൻ സമയമായില്ലേ എന്ന് ചോദിക്കുമ്പോ ആ ആയത്ത് കഴിഞ്ഞ ഉടനെ മഴയെ കുറിച്ച് പറയാം. അവിടെ മഴ എന്ന് പറഞ്ഞ അനുഗ്രഹത്തെ കുറിച്ച് പറയാനല്ല. മഴ പെയ്യുമ്പോ ചത്ത ഭൂമി ജീവിക്കുന്നത് പോലെ പ്രവാചകത്വത്തിൻ്റെതായ ഈ ദൗത്യത്തിലൂടെ അല്ലെങ്കിൽ ഖുർആനിലൂടെ തിരുവചനങ്ങളിലൂടെ നിങ്ങളുടെ ചത്ത ഹൃദയങ്ങളെ അത് ജീവിപ്പിക്കും. അതാണ് താരതമ്യം. മുസ്ലിങ്ങൾ പറഞ്ഞിരിക്കുന്നു ഈ താരതമ്യം അതാണ്. നിങ്ങൾ അറിയണം, അല്ലാഹു ഭൂമിയെ ജീവിപ്പിക്കുന്നു. മരണശേഷം മരിച്ചു കിടക്കുന്ന ഭൂമിയെ മഴ മുഖേന എങ്ങനെ അന്ന് ജീവിപ്പിക്കുന്നുവോ അതുപോലെ അള്ളാഹിനെ കുറിച്ച് ഭയമില്ലാതെ ചത്തു കിടക്കുന്ന ഹൃദയങ്ങൾ ഈ ഖുർആൻ കൊണ്ട് ജീവന്തമാവട്ടെ. അള്ളാഹിനെ കുറിച്ച് ഭയമില്ലാതെ മൃതമായി കിടക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങൾ ഈ ഖുർആൻ കൊണ്ട് ജീവനതായി ജീവന്റെ തുടിപ്പുകൾ പ്രകടിപ്പിക്കട്ടെ. അലങ്കാര പ്രയോഗ ഖുർആന്റെ ശൈലിയാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളെ ആയാത്തുകളെ വ്യക്തമാക്കിയിരുന്നത് നിങ്ങൾക്ക് ചിന്ത മുടക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ മൂളയുണ്ടാവണോ? ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് മൂളയില്ലാതായി പോയോ? അത് വയ്യനാലക്കും ആയാത്തി നാം നിങ്ങൾക്ക് ആയാത്തിനെ വിശദീകരിച്ചു തരുന്നത് നിങ്ങൾക്ക് നല്ല അളവിൽ ചിന്തയുണ്ടാകാൻ വേണ്ടിയാണ്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹ വർഷം നിങ്ങൾക്ക് വന്നിരിക്കാം. അതിലൂടെ ഈ പ്രവാചകനിലൂടെ. ആരാ പ്രവാചകൻ? ഹദീദ് ഇറങ്ങുമ്പോ മദീനയിലാണ്. ഈ സൂറ
റസൂൽ ഇറങ്ങുമ്പോൾ റസൂലുള്ള ഉണ്ട്. അപ്പൊ റസൂലുള്ളയിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹ വർഷം ഉണ്ടായിരിക്കുകയാണ്. ആ അനുഗ്രഹ വർഷം നിങ്ങൾക്ക് ഉണ്ടായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഈ അനുഗ്രഹമടയാൽ, ഇസ്ലാമിന്റെ ഖുർആനിന്റെ തിരുവചനത്തിന്റെ അനുഗ്രഹമടയാൽ ജീവന്റെ തുടിപ്പുകൾ എന്താണ് പ്രകടമാകാത്തത്? എന്നാണ് ചോദ്യം. അവിടെ പെയ്യുന്ന മഴ ഇതാ ഇസ്ലാം. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയങ്ങളിൽ പടച്ചവനെ പേടിയില്ലായെങ്കിൽ ഈ ഖുർആൻ സുന്നത്തുമാകുന്ന മഴ നമ്മുടെ ഹൃദയത്തിന്റെ വരണ്ട പറമ്പിൽ ശരിക്കും വീഴ്ത്തിയിട്ട് പടച്ചവനെ കുറിച്ച ഭയത്തിന്റെ നാവുകൾ തടിവിടട്ടെ. അത് ഖുർആൻ സുന്നത്ത് പഠിച്ചാലുണ്ടാവൂ. മറ്റേ കിതാബ് 10 കിതാബ് ഉണ്ടാവില്ല. മറ്റേ കിതാബ് നേരത്തെ ഉസ്താദുകളുടെ കിതാബ് അത് വായിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ അത് മാത്രമേ വായിക്കുന്നുള്ളൂ. ഖുർആൻ വായിക്കാൻ സമയമില്ല, ഓതാനും സമയമില്ല, ഒന്നുണ്ട് പഠിക്കാൻ സമയമില്ല, ചിന്തിക്കാൻ സമയമില്ല. ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കി നിങ്ങൾ ഖുർആൻ ഒറ്റ സൂറ പഠിച്ചാൽ വല്ലാതെ മാറില്ലേ? മാറും. ഇവിടെ ഇരിക്കുന്ന 5% ആളുകൾ കഴിഞ്ഞ 3 നോമ്പ് അനുഭവിച്ചവരാണ്. അവർ 3 നോമ്പിൽ ഓരോ അധ്യായം പഠിച്ചിട്ടുണ്ട്. ഇത് 4ാമത്തെ അധ്യായം പഠിക്കാൻ പോകുന്നത്. എനിക്ക് സന്തോഷമുണ്ട്. അത്രയെങ്കിലും ഖുർആന് കെട്ടിയിടാൻ പറ്റിയോ? അതാണ് അങ്ങനെ പഠിച്ചു നോക്കുക. അങ്ങനെ പഠിക്കാൻ സമയമില്ല, ഇതൊന്നും വായിക്കില്ല. വർക്കത്തിലോ ഖുർആൻ ഓതിയേക്കും, ഓത്ത് മാത്രമേ ഉള്ളൂ. ആശയം പഠിക്കൂല, അർത്ഥത്തിലേക്ക് പോവില്ല. പിന്നെ വേറെ എന്തൊക്കെയോ വായിച്ചു അങ്ങനെയാണ്. ഇതൊക്കെ വായിക്കാൻ കിട്ടുന്ന ഒരുപാട് സമയമാണ്. എന്തെല്ലാം വർത്തമാനം ആൾക്കാർ പറയുന്നത്? വെറും പൊട്ട വർത്തമാനം, ഒരു തെളിവുണ്ടാവില്ല, എവിടുന്നാ കിട്ടിയ ഒരു അസുഖം ഉണ്ടാവില്ല. അങ്ങനെയാണ്. അതൊക്കെ ആരൊക്കെയോ എഴുതി ഇങ്ങനെ ചവറ് പോലെ 10 രൂപ കൊടുത്താൽ തെരുവിൽ വാങ്ങാൻ കിട്ടും. 10 രൂപ കൊടുത്താൽ അങ്ങനെയാണ്. മുമ്പൊക്കെ ആൾക്കാർ സെബീന വായിക്കും, മുബീൻ, എന്തൊക്കെ ബുക്കുകളുണ്ട്. യാസീന്റെ പേര് കുറച്ച് പേരുകളാണ് പഴയ കാലത്ത് വായിക്കും. ഖുർആൻ ഓതില്ല. ഇത്തിരി ഓർത്ത് യാസീൻ മാത്രമേ. ഇപ്പൊ അതിന് വേറെ കുറെ സാധനം ഏതെടുത്താലും ഇത്ര രൂപ കൊണ്ട് ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതെടുത്താലും ഇത്ര രൂപയാണ്. ഈ ചൈനീസ് സാധനങ്ങളെ പോലെ ചൈനീസ് ഏത് തരം 10 രൂപയാണ് തെരുവിൽ കാണാമല്ലോ. ഗൾഫിൽ പോയ 5 റിയാലിനാണ് ലോറിയിൽ കൊടുത്തിട്ടുണ്ടോ? അങ്ങനത്തെ പോയി ഏതെടുത്താലും 5 റിയാൽ, ഹംസറിയാൽ. ഇതുപോലെ ഇപ്പൊ ഉസ്താദന്മാർ അടിച്ചാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പതുക്കെ വായിക്കാനേ സമയമുള്ളൂ. ഈ മാന്യന്മാരും വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടാവുമോ? പല മാന്യന്മാരും വീട്ടിൽ വാങ്ങി കൊടുത്തിട്ടുണ്ടാവും. അവർ വലിയ ആളുകൾ നടക്കുന്നത് ഭാര്യക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ടാവും. മുമ്പ് നീ അത് നോക്കിയപ്പോൾ ഞാൻ ഉസ്താദിനെ കേട്ടോ, എന്റെ കാര്യം നടക്കല്ലോ. അങ്ങനെ നമ്മുടെ ഉസ്താദിനെ പ്രാണ നീ അത് വായിച്ചിട്ട് കാര്യങ്ങളൊക്കെ നേടിക്കോ എന്ന രീതിയിൽ വാങ്ങി കൊടുത്തിരിക്കുന്ന മാന്യന്മാരുണ്ടാവും. നിങ്ങൾ നല്ലവരാണ്. ഞാൻ പുറത്തുള്ളവരെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ ചവറ് കണക്കിൽ കുറെ അടിച്ചിറക്കി അത് വായിച്ച് നടക്കാവോ? അല്ല പറയാം, നിങ്ങളുടെ ചത്ത ഹൃദയം ഉണ്ടല്ലോ, അതിനകത്ത് ജീവൻ തുടിക്കാൻ ഇത് വായിക്കണമെന്നാ. ഖുർആൻ പഠിക്ക്, റിസാലത്തിനെ വായിക്ക്. അതാണ് മഴയെ കുറിച്ച് പറയാൻ കാരണം. ആഴമോ നിങ്ങൾ അറിയണം, അന്നല്ലാഹു യുഹീൽ അർദ ബഅദ മൗതിഹാ, ചത്ത ഭൂമിയെ അത് ജീവിപ്പിക്കും. അതിൽ മഴ പെയ്യുമ്പോ തളിരുകൾ മുളക്കും. അങ്ങനെ വരണ്ട ഭൂമി ജീവനമായിട്ട് മാറുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം ചത്തുപോയിരിക്കുന്നു. കസത് ഖുലൂബുഹും, നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി, ചത്തുപോയി. ആ ഹൃദയത്തിൽ ഒരു മഴ പെയ്യണം. ആ മഴ ഖുർആനാണ്. ആ മഴ അനിസാര പ്രവാചകത്വമാണ്. അപ്പൊ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് നിങ്ങളുടെ ഹൃദയത്തിൽ മഴയായി വർഷിക്കട്ടെ. അത് വായിക്ക്, പഠിക്ക്, ചിന്തിക്ക്. അപ്പൊ അവിടെ ജീവന്റെ തുടിപ്പ്, പടച്ചവനെ കുറിച്ച ഭയം, അതാണ് ജീവന്റെ തുടിപ്പ്. ഖുശൂ അത് അപ്പോൾ ഉണ്ടാകും. അതാണ് ഈ ആയത്ത്. അലം യഗ്രില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും, ഹൃദയത്തിൽ ഖുശൂ ഉണ്ടാകാൻ സമയമായി എന്ന് ചോദിച്ചിട്ട് ഈ ആയത്ത് മഴ വർഷത്തെ കുറിച്ച് വേണ്ട കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ പെയ്യേണ്ട മഴ ഖുർആനാണ്, ഹദീസാണ്. അത് പെയ്യുന്നില്ലല്ലോ, അത് പെയ്യിക്കൂല. അത് പെയ്യിക്കാത്തത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ജീവൻ തുടിപ്പുകളില്ല. ഉള്ള തുടിപ്പ് ഷിർക്കിന്റെ തുടിപ്പാ, ദലാലത്തിന്റെ തുടിപ്പാ, നിഫാഖിന്റെ തുടിപ്പാ, കുഫ്രിന്റെ തുടിപ്പാ, ജാഹിലിന്റെ തുടിപ്പാ. തൗഹീദിന്റെ, ഇസ്ലാമിന്റെ, ഈമാനിന്റെ, ഹിദായത്തിന്റെ തുടിപ്പില്ല. ആ തുടിപ്പ് പറ്റിപ്പോയി. അപ്പോ ഉള്ള തുടിപ്പ് മറ്റതാ. കാരണം വായിച്ചതും പഠിച്ചതും മറ്റതാ. അതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്ലാമിനെ ശരിയായി വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിന്റെ വഴിയിലേക്ക് തിരിയാൻ കഴിയാതെ വന്നാൽ സംഗതി പ്രശ്നം. റസൂൽ ഒരു ഹദീസ് കൂടി കേൾക്കാം, ഇബ്നു കസീർ ഉദ്ധരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അവ്വല മാ യർഫഉ മിനൻ നാസി അൽ ഖുശൂ, ഇന്ന അവ്വല മാ യർഫഉ മിനൻ നാസി അൽ ഖുശൂ, ജനങ്ങളിൽ നിന്ന് ആദ്യമായി ഇല്ലാതാവുക, എടുത്തു കളയുക ഖുശൂ ആണ്. ഭക്തി, പേടി, പടച്ചവനെ കുറിച്ച ഭയം. പടച്ചവനെ കുറിച്ച ഭയം എടുത്തു കളയും. ഇപ്പൊ പടച്ചവനെ കുറിച്ച ഭയം എടുത്തു കളഞ്ഞിരിക്കുന്നു.
ആർക്കും പേടിയില്ല. പടച്ചവനെ പേടിയില്ല, ഖുശൂ ഇല്ല ഇപ്പോ. അതാണ് പ്രശ്നം. നിങ്ങൾ ചോദിച്ചില്ലേ, ഇന്നലെ എന്റെ കൂട്ടുകാർ ചോദിച്ചതാ, എല്ലാം അറിയുന്ന പണ്ഡിതന്മാരല്ലേ ചെയ്ത് ശരിയാ, ഖുശൂ ഇല്ല കൂട്ടരെ, അതൊക്കെ എടുത്തു കളഞ്ഞില്ലേ? ഖുശൂ പോയാൽ പിന്നെ എന്താ കുഴപ്പം? പേടിയില്ലാത്ത സ്വയിക്കൂടെ? അപ്പൊ പടച്ചവനെ കുറിച്ച പേടിയാണ് ആദ്യം എടുത്തു കളയുക. ഒരു സമുദായം വഴി തെറ്റാൻ തുടങ്ങുമ്പോ ആദ്യം അത് എടുത്തു കളയാ പടച്ചവനെ കുറിച്ച പേടിയാ. പടച്ചവനെ കുറിച്ച പേടിയില്ലാതെ തോന്നിയാസം കാണിക്കും. തോന്നിയാസം കൊണ്ട് സമൂഹത്തിൽ ധിക്കാരം വർദ്ധിക്കും. ധിക്കാരം വർദ്ധിക്കുമ്പോൾ അവിടെ ഒരുപാട് അന്യായം സംഭവിക്കും. അവിടെ നാം ശിക്ഷ ഇറക്കും, അവരവരെ തകർത്ത് കളയും. ഇങ്ങനെയാണ് ഒരു നാടിനെ, ഒരു ജനതയെ, ഒരു സമുദായത്തെ, ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ എന്താ ചെയ്യുക? അവർക്ക് പരമാവധി തമ്മാടിത്തം കാണിക്കാൻ കൽപ്പിക്കും. അവരൊക്കെ ധിക്കാരികളായി, തമ്മാടികളായി, താന്തോടികളായി, പടച്ചവനെ പേടിയില്ലാതെ സകല വൃത്തികളും കാണിക്കും. അങ്ങനെ സംഭവിക്കും. അപ്പോഴോ അവർ ഫാസിഖീങ്ങളായി ഫിസ്കിൽ, അധർമ്മത്തിൽ അങ്ങ് അതിരുവിടും. അങ്ങനെ അതിരുവിട്ടാൽ അള്ളാഹ് ശിക്ഷിക്കാതിരിക്കാൻ പറ്റുമോ? അവരുടെ ശിക്ഷാവാദ്യം നിർബന്ധമാണ്. അടിച്ചു നിരത്തും. അങ്ങനെയാണ് അവർ നശിപ്പിക്കുക. അപ്പൊ പടച്ചവനെ പേടി എടുത്തു കളയുന്ന മാത്രയിൽ ധിക്കാരം, തമ്മാടിത്തം, വൃത്തികേട്, താമസം, ലാഭത്തിന്റെ പിന്നാലെ പോക്ക്, വേഗത്തിൽ പണം ഉണ്ടാക്കൽ, ലൈംഗിക അരാജകത്തെ എല്ലാം സംഭവിക്കും. ഇപ്പൊ ഉലമയും ഉമറയും വ്യത്യാസം തമ്മില്ല. ഉലമാവും ഈ പണി ചെയ്യും, ഉമറാവും ഈ പണി ചെയ്യും. അവരെ കണ്ട് ബാക്കിയുള്ളവരും ചെയ്യും. കാരണം ഉസ്താദ് നിന്ന് മുൻകുറിച്ചാൽ കുട്ടികൾ നടന്നു പോയി. ഉലമാക്കന്മാർക്ക് സമുദായം പറയും, സമുദായം പറഞ്ഞാൽ ഇതിനെ നശിക്കാണ്ടതാണ്. അപ്പൊ ഈ സമുദായം നശിക്കും. ആർക്കും പഠിച്ചവനെ പേടിയില്ലല്ലോ. റസൂൽ പറയാ, ആദ്യമായി എടുത്തു കളയാൻ ഖുശൂവാ. ഖുശൂ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തു സംഭവിക്കും? ഈ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ കുറിച്ച ഭയം ഇല്ലാതെ പോയതാണ് പ്രശ്നമെന്ന് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് ഈ ആയത്തുകൾ. അള്ളാഹിനെ കുറിച്ച ഭയം ഹൃദയത്തിൽ പെയ്തിറങ്ങാൻ നമ്മുടെ ഖുർആനെ മാറുകയുള്ളൂ, തിരുസുന്നത്ത് മാത്രമേ മാറുകയുള്ളൂ. വേറെ എന്തെങ്കിലും ആരോ എഴുതി വിടുന്നത് വായിച്ചിട്ടൊന്നും മനുഷ്യനാകാൻ കഴിയില്ല. ശരിക്കും മനസ്സിലാക്കുന്നു. ഖുർആനും സുന്നത്തും വായിക്കും. അതിന് അനുബന്ധമായ വായനയെ ഉണ്ടാകാവൂ. അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന വായനയെ ബാക്കി പാടുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറാൻ കഴിയാത്ത കാലത്തോളം, പടത്തെക്കുറിച്ച ഭയം ഹൃദയത്തിലേക്ക് തിരിച്ചു വരില്ല. അത് തിരിച്ചു വരാത്ത കാലത്തോളം നമ്മൾ മുഅ്മിനീങ്ങളാവുകയില്ല. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയക്കുന്ന ലക്ഷണമുള്ള മുഅ്മിനീങ്ങൾ. ശിക്ഷയെ ഭയമില്ലാത്ത ഇസ്ലാമിന്റെ ഹാവഭാവം ധരിച്ചാലും ശരി, അവൻ ലക്ഷണമുള്ള മുഅ്മിനായിട്ട് മാറില്ല. അവൻ ആരാധന അർപ്പിക്കുന്നതിൽ വലിയ ഭക്തി കാണിക്കുമ്പോൾ തന്നെ അവൻ തമ്മാടിത്തം കാണിക്കും, താല്പര്യവും കാണിക്കും. രണ്ടും ഒരുപോലെ നടക്കും. ചെലവഴിക്കുന്ന കാര്യം പറഞ്ഞു വന്നിട്ട് അങ്ങനെ നന്നായി ഇസ്ലാമിന്റെ താല്പര്യം പരിഗണിച്ചവർക്ക് പകർന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞു വന്നിട്ട് ഈ അനുഗ്രഹങ്ങൾ മുഅ്മിനീങ്ങൾ അനുഭവിക്കുന്ന മുനാഫിക്കുകൾ, കുഫാറുകൾ സഹിതമായ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് ഇനിയും നിങ്ങൾക്ക് ഭയമല്ലേ എന്ന് ചോദിച്ചിട്ട് പിന്നെയും സമ്പത്തിന്റെ കാര്യത്തിലേക്ക് തന്നെ വരികയാണ് ഖുർആനിൽ. ഈ സൂറയുടെ പ്രത്യേകത ധനവ്യയമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്നൽ മുസ്തദ്ദിഖീന വൽ മുസ്തദ്ദിഖാത്ത്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നന്നായി സദഖ ചെയ്യുന്ന പുരുഷന്മാരും നന്നായി സദഖ സ്ത്രീകളും. അവിടെയും ആണിനെ പെണ്ണിനെ വേറെ പറഞ്ഞിട്ടോ നമ്മൾ പെണ്ണിനെ ഒതുക്കിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ മുനാഫിഖാത്ത് പറഞ്ഞപ്പോൾ ഒരുപാട് കാലം വിശദീകരിച്ചു കൊണ്ടുണ്ടാവും. ഇവിടെയും മക്കളെ എടുക്കുന്നതെന്ന് പറഞ്ഞു. കാരണം എന്താ? പെണ്ണിന്റെ പരലോകം ഉറപ്പുവരുത്തണം, ആണിന്റെയും. മനസ്സിലായല്ലോ? നമ്മൾ പെണ്ണിനെ പരലോകം പഠിപ്പിച്ചിട്ടില്ല, അവിടെ പരലോകം ഉറപ്പ് അനുവദിക്കില്ല. അവൾ നമ്മളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇവനെ സഹിക്കാൻ മാത്രം ഒരു സാധനം എന്ന പോലല്ല. അവൾക്ക് സ്വർഗം വേണമെന്നും അവൾക്കും ഈമാൻ ഉണ്ടാവണമെന്നും അവളും പഠിക്കണമെന്നും അവളും നേടണമെന്നും അവളും അമല് ചെയ്യണമെന്നും അവൾ സ്വതക്ക ചെയ്യണമെന്നും അവൾ സക്കാത്ത് കൊടുക്കണമെന്നും അവൾ ദീനീ പ്രവർത്തനം ചെയ്യണമെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ഇന്നലെ കുറിച്ച് രൂക്ഷമായി പറഞ്ഞ വർത്താനം കിടക്കുന്നില്ല. പക്ഷെ അമ്മ ഇത് രണ്ടായിട്ട് ഒന്നിച്ച് പറയും. ആണിന് പറയും, പെണ്ണിന് പറയും. നിശ്ചയം സ്വതക്ക ചെയ്യുന്ന പുരുഷന്മാർ, സ്വതക്ക ചെയ്യുന്ന സ്ത്രീകൾ, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ഐച്ഛികമായും നിർബന്ധമായും സ്വതക്ക കൊടുക്കുന്നവർ. നിർബന്ധ ദാനമാണ് സക്കാത്ത്, നിർബന്ധ സ്വതക്കയാണ് സക്കാത്ത്. നിർബന്ധ ദാനം ഐച്ഛികമായ ദാനമാണ് സ്വതക്ക. അപ്പൊ രണ്ടും ശരിയാ. ധനവ്യയം
അങ്ങനെ പണം ചെലവഴിക്കുന്ന ആണും പെണ്ണും അള്ളാഹുവിന് ഏറ്റവും സവിശേഷമായ ശ്രേഷ്ഠമായ കടം കൊടുക്കുന്നവരും അതിന്റെ ആയത്തത് വന്നതാ വിശദീകരിച്ചു പോകുന്ന ഭാഗം ഇനി വിശദീകരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ സംരംഭങ്ങൾക്ക് വേണ്ടി നന്നായി കൈമേരി മറന്ന് ചെലവഴിക്കുന്നവർ അള്ളാഹുവിന് നല്ല കടം കൊടുക്കുന്നവരാണ്. അങ്ങനെ നല്ല കടം കൊടുക്കുന്നവരും അള്ളാഹിന്റെ മാർഗത്തിൽ നിർബന്ധ ദാനമാകുന്ന സകാത്തും സദഖയും നന്നായി ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും അള്ളാഹുവിற்கு ഇരട്ടിമേൽ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കും. വലഹും അജ്റുൻ കരീം, അവർക്ക് മാന്യമായ പ്രതിഫലം കൊടുക്കും. അപ്പൊ വീണ്ടും ധനവേദത്തിലേക്ക് വന്നിട്ട് മുമ്പ് പറഞ്ഞ അതേ ആശയം വേറെ ഒരു രീതിയിൽ പ്രകാശിപ്പിക്കാനുണ്ട്. ഇതേ ആശയം മുമ്പ് വേറെ വന്നിട്ടുണ്ട് ഇതേ സൂറയിൽ. തുടർച്ചയായി പഠിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ അത് വീണ്ടും എംഫസിസ് ചെയ്യുകയാണ്. തർക്കീത് ഊന്നല, ആ വിഷയം ഊന്നി പറയാം, സ്ട്രെസ് ചെയ്ത് പറയാം. അപ്പൊ നന്നായി അള്ളാഹിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല കടം കൊടുക്കുന്നവർ, അവർക്ക് അവർ കൊടുത്തത് ഇരട്ടിമേൽ ഇരട്ടിയാക്കി തിരിച്ചു കൊടുക്കും. അപ്പോ അള്ളാഹ് കടമായി വാങ്ങി നമ്മളെ കയ്യിൽ ദാനം സ്വീകരിച്ചിട്ട് അത് ഇരട്ടിമേൽ ഇരട്ടിയെ തിരിച്ചു തരുന്നത് മാത്രമല്ല അജ്റുൻ ഫലവും അജ്റുൻ കരീം, മാന്യമായ പ്രതിഫലവും തരും. അപ്പൊ ഒരുപാട് തരാൻ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായി പറയുന്നത്. ഒരുപാട് തരാൻ നമ്മൾ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായി കൊടുക്കാനുള്ള പ്രോത്സാഹനമാണ് ഇംഫാഖിന്റെ ചെലവഴിക്കല്. അതിന്റെ എല്ലാ സുരക്ഷകളും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. വല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നവർ, ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ, അവരാണ് സത്യസന്ധർ, സിദ്ദീഖീങ്ങൾ. വശുഹദാഉ ഇൻദ റബ്ബിഹിം, അവർ അല്ലാഹുവിന്റെ അടുക്കൽ സത്യത്തിന്റെ സാക്ഷികളും സത്യസാക്ഷികളുമാണ്. ലഹും അജ്റുഹും, അവർക്കും അല്ലാഹുവിന്റെ പ്രതിഫലമുണ്ട്. വനൂറുഹും, അവരെ വലയം ചെയ്യുന്ന പ്രകാശവും പരലോകത്തെ അംഗീകാരമായിട്ട് അവർക്കുണ്ട്. വല്ലദീന കഫറു, എന്നാൽ നിഷേധികളോ കസ്സബൂ ബി ആയാതിന, ഈ കാര്യങ്ങളെല്ലാം ദൃഷ്ടാന്തങ്ങളെല്ലാം കേട്ടു കളവാക്കുന്നവർ, ഉലൈക അസ്ഹാബുൽ ജഹീം, അവർ നരകാവകാശികളാണ്. നേരത്തെ പറഞ്ഞതിനെ പിന്നെയും ചേർത്ത് തന്നെ പിന്നെയും ആവർത്തിക്കുന്നത് പോലെ ഉറപ്പിക്കുകയാണ്. ഇനി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നേരത്തെ വിശ്വസിച്ച ആളുകൾ, വല്ലദീന ആമനൂ ബില്ലാഹ്, അള്ളാഹുവിനെ അറിഞ്ഞ് കിതാബ് അറിഞ്ഞ് സുന്നത്ത് അറിഞ്ഞ് അങ്ങനെ ചത്തു കിടക്കുന്ന ഹൃദയത്തിന്റെ മണ്ണിനെ ജീവനുള്ളതാക്കി മാറ്റിയിട്ട് ഖുശൂ നേടിയെടുത്ത വിശ്വാസികൾ, അവരെ കുറിച്ച് പറയാം. വല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവന്റെ അമ്പിയാവും വിശ്വസിക്കുന്നവർ, ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ, ആ വിശ്വാസത്തിന്റെ തേട്ടം പാലിച്ച് ജീവിക്കുന്ന സിദ്ദീഖീങ്ങളാണവർ. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ എന്താ? അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയാറില്ലേ? അതേ സിദ്ദീഖിന്റെ പേര് കിട്ടിയ സന്ദർഭമുണ്ട്. റസൂലുള്ളാഹി നുബുവത്തിന്റെ 12ാമത്തെ വർഷം പൂർത്തിയായപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് ആകാശാരോഹണം. ആകാശാരോഹണം കഴിഞ്ഞ് സുബൈക്ക് മക്കത്തിലെത്തി. മക്കത്ത് ഫലസ്തീനിൽ പോയി, ബൈത്തുൽ മുഖദ്ദസിൽ ആകാശം നടത്തിയിട്ട് പിന്നെ മക്കത്ത് വന്ന് സുബൈ നിസ്കരിച്ച് അല്ലെങ്കിൽ സുബൈക്ക് രാവിലെ വീട്ടിൽ നടന്നിട്ട് മുമ്പ് ഞാൻ പോയിട്ടു. ഇന്നലെ ജിബ്രീൽ വന്നു അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിൽ പോയി, ഒരുപാട് ദൂരം ബൈത്തുൽ മുഖദ്ദസിലേക്ക്. പിന്നെ അവിടെ 7ാം ആകാശത്ത് പോയി, അള്ളാഹിന്റെ ആശ്രമം ഒരുപാട് കാഴ്ചകൾ കണ്ട് 5 നിസ്കാരം നിർബന്ധമായി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ മുസ്ലിമീങ്ങളായ പലർക്കനെ ഒരു ചിന്ത ഭ്രാന്തി പിടിച്ചു. ഞങ്ങളൊന്നുമില്ല ചരിത്രാവർത്തിക്കാണ്, ഞങ്ങളൊന്നുമില്ല ചരിത്രാവർത്തിക്കാണ്, സാഹിബ് ഭ്രാന്തായിരുന്നു എന്ന് മുസ്ലിമീങ്ങളായിട്ടുള്ള ആൾക്കാർ യഹൂദരെ കൊത്തിപ്പാടി, അല്ല മുശ്രിക്കുകൾ ഖുറൈശികൾ കൊത്തിപ്പാടി. അവർ പറഞ്ഞ മുഹമ്മദിന് ഭ്രാന്തായിരുന്നു. ഇന്നലെ ഇവിടുത്തെ കക്ഷി ഇപ്പൊ രാവിലെ പറയാം ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അവിടുന്ന് ആകാശത്ത് പോയി എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആൾക്ക് ആകെ വട്ടായി തോന്നുന്നു എന്ന രീതിയിൽ ഖുറൈശികൾ അത് പ്രചരിപ്പിക്കാൻ പറയും. ശരിക്കും അബൂബക്കർ സാഹിബ് വീട്ടിൽ ഇറങ്ങി വരുമ്പോ ഒരു ചങ്ങാതികൾ അറിഞ്ഞില്ലേ എന്ത് നിങ്ങളുടെ നേതാവ് എന്റെ മുഹമ്മദ് എന്തൊക്കെ ഭ്രാന്തായ പോയല്ലോ. എന്താണ് പറഞ്ഞത്? അതേ മുഹമ്മദ് ഇന്നലെ ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ട് അവിടുന്ന് മിഅ്റാജ് നടത്തി എന്ന് പറയുന്നു. എങ്കിലത് ശരിയാണ്, എങ്കിലത് ശരിയാണ്, എങ്കിലത് ശരിയാണ്. അപ്പൊ മുസ്ലിമീങ്ങൾ തന്നെ പലരും റസൂലുള്ളാഹിക്ക് വട്ടായി വിചാരിച്ചു നോക്കുമ്പോ
റസൂൽ പറഞ്ഞത് ശരിയാണ് എന്ന് ഉറച്ച ഈമാൻ ആര് പ്രകടിപ്പിച്ചു? എന്നല്ല, നടന്ന് പറഞ്ഞത് ശരിയാണ്, മുഹമ്മദ് പറഞ്ഞത് ശരിയാണ്, അബൂബക്കറാണ് സംസാരിക്കുന്നത്. അപ്പോഴാണ് ബാക്കി മുസ്ലിങ്ങൾ ഇറങ്ങിയത്. റസൂൽ പറഞ്ഞാൽ വിശ്വസിക്കണ്ടേ എന്ന് അപ്പോഴാ ചിന്ത പറഞ്ഞേ. ഇത് കൊണ്ട് റസൂൽ അബൂബക്കർ കൊടുത്ത പേര് അസ്ദിഖ്. അല്ലാഹ് പറഞ്ഞതും റസൂൽ അപ്പടി സത്യമായി അംഗീകരിക്കുന്ന സിദ്ദീഖ്. അപ്പൊ മുസ്ലിമീങ്ങൾ ആരായാലും സിദ്ദീഖീങ്ങളായിരിക്കണം. എന്താ അല്ലാഹ് പറഞ്ഞാൽ അതിനെ മുറുകെ പിടിക്കേണ്ടത്, റസൂൽ പറഞ്ഞാൽ അതിനെ മുറുകെ പിടിക്കേണ്ടത്, ഉസ്താദ് പറഞ്ഞ മുറുകെ പിടിക്കാൻ പാടില്ല. ഞാൻ ഇവിടെ അങ്ങനെ പോകാൻ കാരണം റമദാൻ മാസം ഷഹർ മുബാറക്കാണെന്ന് റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾക്കത് മുറുകെ പിടിക്കുന്നത് സിദ്ദീഖീങ്ങളാകാൻ പറ്റുന്നില്ല. നിങ്ങൾ റമദാൻ മാസം ഒന്നിനും കൊള്ളാത്ത മാസമാണെന്ന് മറ്റോ പറഞ്ഞില്ലേ, അതിനെ മുറുകെ പിടിക്കുന്ന മുനാഫിക്കുകളായിട്ട് മാറും. ഇന്ന് സിദ്ദീഖുമാരുടെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖനെ ഉള്ളൂ, ഇവിടെ സിദ്ദീഖുമാരില്ല. നിങ്ങളൊക്കെ വെറുതെ വർത്തമാനം പറയാ. അള്ളാന്റെ റസൂലുള്ള ഇങ്ങനെ പോയി എന്ന് റസൂലുള്ള പറഞ്ഞതായിട്ട് ഒരു ജൂതൻ അല്ല ഒരു മുശ്രിക്ക് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞോ എന്ന് മാത്രം ചോദിച്ചു. പറഞ്ഞു എങ്കിലും അത് ശരിയാണ്. അത്രയും ഈമാൻ കൊള്ളേണ്ട നിങ്ങൾക്ക് കിതാബ് പറഞ്ഞതിന് വിശ്വാസമല്ല, റസൂൽ പറഞ്ഞ വിശ്വാസമല്ല, അതിനപ്പുറത്ത് പറഞ്ഞ സകല വൃത്തികളും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിദ്ദീഖീങ്ങളാകാൻ കഴിയില്ല. മക്കളെ, നിങ്ങൾ ശുദ്ധ മുനാഫിക്കുകളാണ്. നിങ്ങൾക്ക് സിദ്ദീഖീങ്ങളാകാൻ കഴിയില്ല. അബൂബക്കർ മനുഷ്യരെ വിളിക്കുന്നത് അതിലേക്കാണ്, അന്ധവിശ്വാസങ്ങളിലേക്ക്, ശിർക്കിലേക്ക്, ഖുറാഫാത്തിലേക്ക്, ഇൻഹിറാഫാത്തിലേക്ക്, അധർമ്മത്തിലേക്ക്, ഫിസ്കിലേക്ക്, ദുൽമിലേക്ക്, കുഫ്റിലേക്ക്, നിഫാഖിലേക്ക്. അതിന്റെ സിദ്ദീഖാണവൻ, അതിന്റെ സാക്ഷിയാണവൻ. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്ലാഹുവിൽ വിശ്വസിച്ച് പ്രവാചകനെ വിശ്വസിച്ച് നേരെ ചൊവ്വേ സിദ്ദീഖായി ശുഹദ സത്യത്തിന്റെ സാക്ഷിയായിരുന്നാൽ ഇൻദ റബ്ബിഹിം ലഹും അജ്റുഹും അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഒരുപാട് പ്രതിഫലം. അത്ര ആളുകളുടെ പ്രതിഫലം. അവർക്ക് പരലോകത്തെ പ്രകാശമുണ്ട്. പരലോകത്തെ പ്രകാശം കഴിഞ്ഞ ക്ലാസ്സിൽ വന്നു. ആ പ്രകാശം അവർ സ്വർഗത്തിലേക്ക് പോകാൻ അടയാളമാണ്. മുനാഫിക്ക് പിന്നാലെ പോയി കുറച്ച് കത്തിച്ച് ചോദിക്കുന്ന കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ ഈ പ്രകാശം പരലോകത്ത് മഹ്ശറിൽ അള്ളാഹുവിന്റെ പ്രകാശം വരെ ആർക്ക് കിട്ടും? സിദ്ദീഖീങ്ങളും ശുഹദാക്കളും കിട്ടും. ഈ സിദ്ദീഖീങ്ങൾ ശുഹദാക്കൾ അള്ളാഹു വിശ്വസിക്കുന്നവരാണ്. അവർക്കാണ് പ്രതിഫലം കിട്ടുക. അപ്പൊ നിങ്ങൾ അറിയണം, അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ച് അതിൽ സത്യസന്ധത പരത്തുന്ന സിദ്ദീഖായി മാറാത്ത കാലത്തോളം പരലോകത്ത് പ്രകാശമല്ല, പ്രതിഫലമില്ല. അതിന്റെ അടിസ്ഥാനം അള്ളാഹുവിന്റെ ദീന് സാക്ഷിയായി മാറാത്ത കാലത്തോളം പരലോകത്ത് പ്രതിഫലമില്ല, പ്രകാശമില്ല. അള്ളാഹുവിന്റെ ദീനും പറഞ്ഞതിനപ്പുറത്ത് വേറെ പലതിനെയും ശരിവെച്ച് അതാണ് ശരിയെന്ന് വാദിക്കുന്ന അതിന്റെ സിദ്ദീഖായി മാറിയവൻ, അതിന്റെ സാക്ഷ്യമായി, അതിന്റെ റബ്ബായി മാറിയവൻ, അവന് പരലോകത്ത് ഇരുട്ടിൽ മുനാഫിഖുകൾ നിൽക്കേണ്ടി വരും എന്നാണ് ഈ ആയത്തെ കുറിച്ച് പറയുന്നത്. വല്ലദീന കഫറു, അതുകൊണ്ട് ഈ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവൻ, ഈ സത്യത്തെ നിഷേധിക്കുന്നവൻ, ആയാത്തിന നമ്മുടെ ആയാത്തുകളെ, ഈ പറഞ്ഞ ആയാത്തുകളെ, വചനങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവൻ, ഈ സത്യം സത്യമായി അംഗീകരിക്കാത്തവൻ ഇത് നിഷേധിക്കുക ചെയ്യാം. അതാണ് കാഫിർ. വല്ലദീന കഫറു, ഈ ദൃഷ്ടാന്തങ്ങൾ ഇത്രയും കൃത്യമായി ആയാത്ത് പറഞ്ഞിട്ടും അതൊക്കെ വെച്ചിട്ട് അവർ മറ്റേ വഴിക്കലാണ് പോകുന്നെങ്കിൽ അവർ ഈ ആയത്തിനെ കളവാക്കാം. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ ഈ അള്ളാഹുവിന്റെ ഈ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവരും ഈ സത്യം നിഷേധിക്കുന്നവരും ഉലായിക അസ്ഹാബുൽ ജഹീം, അവർ നരകാവകാശികളാണ്. അവർക്ക് അല്ലാതെ പ്രകാശമില്ല, അവർക്ക് സ്വർഗ്ഗമില്ല. എത്ര വ്യക്തമാണ് ആയത്. വിശദീകരിച്ച് പറഞ്ഞിരിക്കാൻ മതിയായിട്ടില്ല. പക്ഷെ വാച്ചിൽ നോക്കുമ്പോൾ പേടിയായിട്ടുള്ള തൽക്കാലം നിർത്തുകയാണ്. വിനയപ്രശ്നം ഇത്രമാത്രം പറയുന്നു, നമ്മൾ വല്ലാതെ അപകടത്തിലാണ്. നിങ്ങൾ എഴുതി വെച്ചോ, ഇതിന് പഠിച്ചിട്ട് ബോധ്യം സ്വീകരിച്ചാൽ മതി. നല്ല 1% നമ്മളെ നിസ്കരിക്കുന്നവർ അപകടത്തിലാണ്. അവര് അന്ധവിശ്വാസത്തിന്റെ, ഖുറാഫാത്തിന്റെ, ഇൻഹിറാഫാത്തിന്റെ, ശിർക്കിന്റെ പിന്നാലെ. അവർക്ക് അള്ളാഹു വിശ്വാസമേ ഇല്ല. എന്തും ചെയ്യാൻ അവർക്ക് ധൈര്യമില്ല, പേടിയാണ് അവർക്ക്. അവർ വേറെ ഭാര്യ പ്രസവിക്കുന്നത് പോലും സമയത്ത് പേടിച്ചിട്ട് അവർ പേടിച്ചുകൊണ്ടിരിക്കുക. അവരെ വണ്ടി വാങ്ങുന്നതും കട തുടങ്ങുന്നതും വീട് വിൽക്കുന്നതും എല്ലാവർക്കും പേടിയാണ്, പേടി. ഇങ്ങനെ ശൈത്താൻ അവന്റെ ആൾക്കാരെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ശൈത്താൻ അവന്റെ ആൾക്കാരെ പേടിച്ചിട്ട് ഒന്നും അവർ ചെയ്യില്ല. അതിന് നാളെ ഒരു സമയം നോക്കി ആരൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ അത് ചെയ്യേയില്ല. അത് പിശാചിന്റെ കൂടെ നിന്ന് അവർ മുഅ്മിനീങ്ങളല്ല,
അവർ ഷെയ്ത്താന്റെ ആൾക്കാർ, അവർ ഹിസ്ബു ഷെയ്ത്താൻ, ഷെയ്ത്താന്റെ പാർട്ടിയാണ്. ആ ഷെയ്ത്താന്റെ ആൾക്കാരാണ് ഇങ്ങനെ എല്ലാം പറഞ്ഞ് പേടിക്കുന്നത്. ഉസ്താദുമാർ ഷെയ്ത്താൻ ഉസ്താദുമാരുടെ കോലത്തിൽ വരുന്ന കാലമാണ് റമദാൻ മാസം. ഈ കാലം ഷെയ്ത്താനിന്റെ ഉസ്താദിന്റെ വേഷത്തിലല്ല എല്ലാം പറഞ്ഞ് പേടിപ്പിച്ച് പറ്റിച്ച് സൂക്ഷിക്കുന്നത്. അത് നിങ്ങൾ പഠിക്കണം. പുതിയ കാലത്ത് ഷെയ്ത്താന്റെ ഒരു ഉസ്താദുമാരുടെ വേഷത്തിലാണ്. എന്റെ ഒക്കെ പ്രസ്താവന നിങ്ങൾ പോയിട്ട് പറഞ്ഞ പായം എങ്ങനത്തെ പറഞ്ഞു ഞാനിവിടെ നിർത്തിക്കൊണ്ടിരിക്കാം. എനിക്കത് നന്നായിട്ട് പറയാം. ഇത് വലിയമായി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഉസ്താദുമാർ എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ ഉസ്താദുമാരായിട്ട് വന്നത് മനസ്സിലാക്കണം. നല്ല ഉസ്താദുമാരെ ബഹുമാനിക്കുന്നു, ഒരു കടപ്പാടുണ്ട്, അവർ പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷെ ഇന്ന് കാണുന്ന ഒരുപാട് സാധനങ്ങൾ ഇതിന്റെ പോരാണ്. അപ്പൊ അവരുടെ സാക്ഷികളായി അവർ പറഞ്ഞതും കേട്ട് അവർക്ക് വേണ്ടി വക്കാലത്തും പിടിച്ച് അവർ പറഞ്ഞാൽ ശരീരം സിദ്ദീഖായി നടക്കുന്നവർക്ക് മുഅ്മിനാകാൻ കഴിയില്ല. നിങ്ങൾ കിതാബും സുന്നത്തും പറഞ്ഞ് സിദ്ദീഖാവുക, അതിൽ സാക്ഷിയാവുക. അതാണ് ഖുർആൻ പറഞ്ഞ ആയത്. ഖുർആൻ സുന്നത്തും പറഞ്ഞ് ഉറച്ചു വിശ്വസിക്കുന്ന സിദ്ദീഖീങ്ങളാവുക, അതിന്റെ സാക്ഷികളായ ശ്രോതാക്കളുമാവുക. എങ്കിൽ സ്വർഗം പരലോകത്ത് പ്രകാശം. അല്ല, അതിനെ തയ്യാറില്ലെങ്കിൽ ഇതൊക്കെ അവിടെ വെച്ചിട്ട് പുരുഷന് പറയും, ഖുർആന്റെ മഹത്വം പറയും, അങ്ങനെ ഹദ്മത്തിന്റെ മഹത്വം പറയും, യാസീൻ ഇത്ര ലക്ഷം മോദിൽ അതിർക്കുന്നൊക്കെ പറയും. അത് വിട്ട് വേറെ പൈസ ഉണ്ടാക്കും. അതിനെ അത് ഉപയോഗിക്കുള്ളൂ. അത് പഠിക്കാനൊന്നും സമ്മതിക്കില്ല. പിന്നെ തിരുവിടെ മഹത്വങ്ങളെ പറഞ്ഞുകൊണ്ടേയിരിക്കും. റസൂൽ പറഞ്ഞിട്ട് ഇവർക്ക് നിർത്താൻ കഴിയില്ല. അങ്ങനെ സ്വലാത്തിനെ വർദ്ധിപ്പിച്ച് സ്വലാത്തും എണ്ണമൊക്കെയായി ഇപ്പൊ ഇത് നടക്കാൻ പോകല്ലേ. സ്വലാത്ത് നഗറിലേക്ക് തിരുവനന്തപുരത്ത് ആൾക്കാർ വണ്ടിപ്പിടിച്ച് പോകാൻ പോകല്ലേ. അങ്ങനെയൊക്കെ ചെയ്യും. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവുക, ഇങ്ങനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതൊന്നും ഇസ്ലാമില്ലാത്ത കിതാബിൽ അതുള്ള കുത്തരെ 27 പള്ളിയിൽ നിന്ന് പുറത്തു പോകല ആണോ? റസൂലും റസൂലിന്റെ പ്രിയഭക്തന്മാരുടെ ഉമ്മമാരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ ഉമ്മമാരും അവസാനത്തെ പത്താകുമ്പോ റസൂൽ എന്താ ചെയ്യാം? ഇങ്ങനെയുള്ള സകല വിക്രസം കാണിച്ച് നടക്കുന്നവരെ സിദ്ദീഖായി കണ്ട് അവരുടെ വിശ്വസ്തരായി അവരുടെ സാക്ഷികളായി നടക്കുന്നവർക്ക് അവരെ ഈ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയാണ്. അവരെ നിഷേധിച്ചിരിക്കുകയാണ്. അവർ ഇസ്ലാമിനെ നിഷേധിച്ചില്ല എന്ന് പറയുമ്പോഴും അവർ ഇസ്ലാമിനെ കർമ്മം കൊണ്ടും ധർമ്മം കൊണ്ടും രീതി കൊണ്ടും ശൈലി കൊണ്ടും പ്രവർത്തനം നിഷേധിച്ച കാഫിരികളാണ്, കാഫിരികളാണ്. അവർക്ക് നരകമാണ്. അസ്ഹാബുൽ ജഹീം, അവർ നരകാവകാശികളാണ്. അപ്പൊ നിങ്ങൾ അറിയണം, നരകത്തിലേക്കാണോ പോണത്, സ്വർഗത്തിലേക്കാണോ പോണത്? ഇത് സമുദായത്തിന് അകത്തുള്ള ചോദ്യമാണ്. ഈ വർത്താനം അവരോടാണ്. വിശ്വാസികളുടെ ചോദ്യം, ഇല്ലദീന ആമനു, വിശ്വാസികളെ നിങ്ങൾക്ക് സമയമായില്ലേ? അൻ തഖ്ശ ഖുലൂബുഹും, നിങ്ങളുടെ ഹൃദയത്തിൽ പേടി വീഴാൻ സമയമായില്ലേ? നിങ്ങളുടെ ചോദ്യം. അപ്പൊ ഇതൊന്നും പുറത്തല്ല, നമ്മളോടാ. നമ്മുടെ കൂട്ടത്തിൽ ഇത്തരക്കാരുണ്ട്. അവർക്ക് അള്ളാഹിന്റെ കിതാബും വിഷയമല്ല, വിഷയമല്ല, ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയത് മാത്രമാണ് വിഷയം. അതിന്റെ പിന്നാലെ പോകുന്ന വലിയൊരു ശതമാനം ആളുകൾ നല്ല നിസ്കാരക്കാർ, നല്ല നിസ്കാര തടമ്പിനാൽ ലംഘി വിളങ്ങുന്നവർ, നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ ചെയ്യുന്നവർ. പക്ഷെ അവരൊക്കെ ഇന്ന് ഇന്ന കേന്ദ്രങ്ങളെയും ഇന്ന ആസ്ഥാനങ്ങളെയും ഇന്ന വേഷങ്ങളെയും ഇന്ന ഉസ്താദുമാരുടെയും സിദ്ദീഖീങ്ങളും ശ്രോതാക്കളുമാണ്. അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ സിദ്ദീഖീങ്ങളും ശ്രോതാക്കളുമല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, പടച്ചവന്റെ സിദ്ദീഖാവുക, റസൂലിന്റെ സിദ്ദീഖാവുക, സത്യത്തിന്റെ സാക്ഷികളാവുക. അങ്ങനെ സിദ്ദീഖീങ്ങളായി ശുഹദാക്കളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇസ്ലാമിന്റെ എതിരായ കേന്ദ്രങ്ങളുടെ സിദ്ദീഖും ശുഹദാവുമായി മരിക്കുന്ന അവസ്ഥ ദൗർഭാഗ്യകരമാണ്. അത്തരം ആത്മഹത്യാപരമായ അവസ്ഥയിലേക്ക് അള്ളാഹു കൊണ്ടെത്തിക്കാതിരിക്കുമാറാവട്ടെ. പടച്ചതമ്പുരാന്റെ വചനങ്ങൾ ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്ന മുഅ്മിനീങ്ങളായി അള്ളാഹു മാറ്റി നിർത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ വചനങ്ങളിലും തിരുസുന്നത്തിൽ തെളിഞ്ഞു വന്ന വചനങ്ങളിലും നല്ല ഉറപ്പുള്ള, അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന മൂഖിനീൻ ദൃഢവിശ്വാസികളായി അള്ളാഹു മാറ്റി നിർത്തുമാറാവട്ടെ. അതിനപ്പുറത്ത് ആരുടെ വാചകങ്ങളോടും സ്വീകരിക്കാതെ, ആരുടെ വർത്തമാനങ്ങൾ പരിഗണിക്കാതെ, കരുത്തോടുകൂടി ഇസ്ലാമിന്റെ ശരിയായ വഴിയിൽ സിദ്ദീഖായി, ഷാഹിദായി, ശുഹദായി മുന്നോട്ട് പോകാനുള്ള ഈമാനികമായ കരുത്തും ഇച്ഛാശക്തിയും ധൈര്യവും സ്ഥൈര്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതേത് വിഷയത്തിലും ഭയത്തിന്റെ അംശവും കൊണ്ട് നടന്ന് എന്ത് ചെയ്യാനും ധൈര്യമില്ലാതെ തവക്കുൽ എന്നത് ഇല്ലാതാക്കി തീർത്താം, പടച്ചവനെ വരവേൽപ്പിക്കുക എന്ന രീതി തന്നെ ഇല്ലാതാക്കി തീർത്താം വൃത്തികെട്ടൊരു സമുദായമാണ് ഈ കാലഘട്ട സമുദായം. നമുക്ക് പടച്ചവരിൽ തന്നെ ഉറപ്പുണ്ടാവണം. അവരിൽ വരവേൽപ്പിച്ചാൽ പിന്നെ ഭയപ്പെടേണ്ട കാര്യമില്ലാത്ത വിധം
അവന്റെ കഥാ ഖദറിൽ വിശ്വാസം ഉണ്ടാവണം. അങ്ങനെ പടച്ചവന്റെ കഥാ ഖദറിൽ വിശ്വാസമുള്ള യഖീനുള്ള ഉറച്ച അറിവുള്ള തവക്കുൽ ശീലമുള്ള വിശ്വാസികളായി മാറാൻ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അവിധം അള്ളാഹുവിൽ ഉറച്ച് അറിവുള്ള, അള്ളാഹുവിനെ നന്നായി മുറുകെ പിടിക്കുന്ന, തിരുസുന്നത്തിന്റെ ശരിയായ വഴിയിൽ പോകുന്ന ഒരാൾക്കും ഇഹലോകത്ത് ഒരു കാര്യം ചെയ്യാൻ ഭയമുണ്ടാവില്ല. ഇഹലോകത്തെ എന്തും തമ്പുരാൻ പരമേൽപ്പിച്ചിട്ട് ചെയ്യാനുള്ള ഇസ്ലാമികമായ മനസ്ഥിതി, ധൈര്യത്തിന്റെ, തന്റേടത്തിന്റെ, റുഷ്ദിന്റെ ഉദാത്തമായ ഭാവം സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നത് ഖുർആനിലെ ഒരു വാക്യമാണ്. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ആ സംഗതി അള്ളാഹു ഫലമേൽപ്പിച്ച് ചെയ്യുക എന്നതാണ് ഇസ്ലാമിലെ വിശ്വാസം. പക്ഷേ ഇന്നത്തെ മുസ്ലിമുകൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനമെടുക്കാൻ പേടി, തീരുമാനിച്ചാൽ ചെയ്യാൻ പേടി. അങ്ങനെ പേടിയുടെ വക്താക്കളായി നടക്കുന്ന ഇവർ മുഅ്മിനീങ്ങളല്ല, ഇവർ ഭീരുക്കളാണ്. പടച്ചവൻ അമ്ന് ഈമാൻ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി വിശ്വാസി നിർഭയനായിരിക്കുമെന്ന നിർഭയത്വത്തിന്റെ വക്താക്കളായി മാറാൻ ഈ ഇസ്ലാം മുഖേന നമുക്ക് കരുതി നൽകുമാറാവട്ടെ. നമ്മുടെ കാര്യത്തിൽ എന്ത് കാര്യവും ആലോചിച്ച് തീരുമാനിച്ചത് ചെയ്യാൻ തീരുമാനിച്ചാൽ അള്ളാഹുവിൽ ഫലമേൽപ്പിച്ചിട്ട് അവനിൽ തവക്കുൽ ചെയ്ത് ബിസ്മില്ലാ മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കഴിവും ശേഷിയും അവന് മാത്രമേ ഉള്ളൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ കാര്യം ചെയ്യാൻ മാത്രമുള്ള കരുത്തും തൗഫീഖും തന്റേടമുള്ള മുഅ്മിനീങ്ങളായി മുഅ്മിനാത്തുകളായി അള്ളാഹു മാറ്റി തീർക്കുമാറാവട്ടെ. അല്ലാത്തവൻ മുനാഫിക്കാണ്. മുനാഫിക്കീങ്ങളായ പുരുഷന്മാരും സ്ത്രീകളും നരകത്തിന്റെ അടിരത്തത്തിലാണ്. പടച്ചവൻ നരക ശിക്ഷയിൽ നിന്ന് വീഴ്ത്താതിരിക്കുമാറാവട്ടെ. നരകം ചോദിച്ചു വാങ്ങുന്ന ദുരന്തമാണ് നമ്മുടെ സമുദായത്തിൽ ഇപ്പോൾ നടക്കുന്നത്. പടച്ചവൻ നരകത്തിൽ കത്തിയെറിയുന്ന ഹതഭാഗ്യരിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ. സ്വർഗത്തിന്റെ ആദികാരായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ശരിക്ക് പഠിച്ചു, അതിന്റെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞു വന്ന തിരുസുന്നത്തിനെ മുമ്പിൽ വെച്ചു കിതാബും സുന്നത്തും അടിസ്ഥാനമാക്കി നിശ്ചയിച്ചുകൊണ്ട് വായിക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്താനും അതിന്റെ അടിത്തറയിൽ ഉറച്ച നിലപാടുള്ള വക്താക്കളായി മാറാനും കഴിയുന്ന ലക്ഷണമൊത്ത സിദ്ദീഖീങ്ങളായി, ശുഹദാക്കളായി, സ്വാലിഹീങ്ങളായി, മുഅ്മിനീങ്ങളായി അല്ലാഹു മാറ്റി നിർത്തുമാറാവട്ടെ. അങ്ങനെ ജീവിച്ചു മരിക്കാൻ നാളെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവിധമുള്ള ഒരു പ്രയാണത്താൽ സ്വർഗത്തിൽ എത്തിപ്പെടാൻ അല്ലാഹു നമുക്ക് ഉദവി നൽകുമാറാവട്ടെ. അങ്ങനെയുള്ള ഒരു മാർഗം സ്വീകരിച്ചതിനാൽ മഹ്ശറിൽ തമ്പുരാന്റെ പ്രകാശം എന്നെയും നിങ്ങളെയും വലയം ചെയ്യുമാറാവട്ടെ. അവിധം അല്ലാഹു നമുക്ക് നൽകിയ പ്രകാശത്തെ അവൻ പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. റബ്ബനാ അതിമിം ലനാ നൂറനാ, പടച്ചവനെ ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണമേ. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പ്രാർത്ഥിക്കുന്ന ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ അകപ്പെടാൻ അല്ലാഹു നമുക്ക് ഉദവി നൽകുമാറാവട്ടെ. മഹ്ശറിൽ കണ്ണുപൊട്ടനായി, അന്ധനായി, ഇരുട്ടിൽ തപ്പുന്നവനായി ചെന്നു ചേരുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇഹലോകത്ത് സത്യം കാണാൻ കണ്ണില്ലാതെ പോയവർ പരലോകത്ത് അന്ധന്മാരായി തീരും. അങ്ങനെ ഇഹലോകത്ത് സത്യം പഠിച്ച് മനസ്സിലാക്കാൻ അവസരമുണ്ടായിട്ട് ആ സത്യം സ്വീകരിക്കാതെ കുരുടനെ പോലെ നടന്നു നീങ്ങിയവർ പരലോകത്ത് അന്ധകാരത്തിൽ പെട്ടുകിടക്കുന്ന അവസ്ഥ സംഭവിക്കുമെന്ന് താക്കീത് വളരെ ഭയപ്പാടോടുകൂടി ഓർക്കാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. പടച്ചവൻ ഇഹലോകത്ത് സത്യം കാണാൻ കണ്ണുള്ള വിശ്വാസികളാക്കി നമ്മെ മാറ്റി തീർക്കുമാറാവട്ടെ. അതുകൊണ്ട് പരലോകത്ത് വെളിച്ചം കൈയുള്ള വിശ്വാസികളെ എഴുന്നേറ്റ് നിൽക്കാൻ അല്ലാഹു നമുക്ക് ഉദവി നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും നാളെ വിട്ടുകൊടുക്കുമാറാവട്ടെ. ഈ അവസാനത്തെ 10 ദിനങ്ങളിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിന്റെ തേട്ടമാകുന്ന തമ്പുരാന്റെ കാരുണ്യം അവൻ നിരന്തരമായി നമ്മളെ വർഷിക്കുമാറാവട്ടെ. അവന്റെ കാരുണ്യത്തിന് അർഹരായവർക്ക് അവൻ നൽകിയ വാഗ്ദാനമാകുന്ന മഗ്ഫിറത്ത്, പാപമോചനം അല്ലാഹു പ്രത്യേക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ പാപമോചനം ലഭ്യമായവരെ അവൻ സംസ്കരിക്കും. പരലോകത്തെ യുസക്കീഹിം, അവരെ സംസ്കരിക്കുമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. പാപമോചനം ലഭ്യമായവരിൽ അവശേഷിക്കുന്ന അവസാന കണികയും സംസ്കരിച്ച് ശുദ്ധീകരിച്ച് അല്ലാഹുവിന്റെ അടുത്ത് നിർത്തുന്ന ആ സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ പടച്ച തമ്പുരാൻ വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലേക്കുള്ള പ്രവേശനം
നരകമോചനം നാം തേടിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്ത് നരകത്തിന് വിമോചിതരാകുന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മിനാത്തുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്ക് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളിൽ മാപ്പിരന്ന് കൊണ്ട് നാം അർത്ഥിക്കുന്ന സകല അർത്ഥനകളും നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. അവൻ ആ അർത്ഥനകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വീഴ്ചകൾ നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ ഗഫ്ഫാറാണ്, തവ്വാബാണ്, അവൻ മാപ്പ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മോട് കൊടുക്കുകയും നമ്മോട് മാപ്പാക്കുകയും നമ്മോട് കനിയുകയും ചെയ്യുന്ന ഔദാര്യം നമ്മളോട് അവൻ കാഴ്ചവെക്കുമാറാവട്ടെ. അത്തരം ഔദാര്യം നേടാൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ, ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയും എന്ന് നല്ല ബോധ്യം ഇപ്പോൾ പ്രാർത്ഥനകളിലൂടെ പ്രഭാഷണങ്ങളോട് നമുക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. നമുക്ക് അനുകൂലമായി ഖുർആൻ സാക്ഷി പറയുമോ എന്ന് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട സമയമാണിത്. നമുക്ക് അനുകൂലമായി ഖുർആൻ സാക്ഷി പറയുമെങ്കിൽ പിന്നീട് നമുക്ക് ഭയപ്പെടാനില്ല. ഖുർആൻ അനുകൂലമായി സാക്ഷി പറഞ്ഞ് ഖുർആനിന്റെ ബലത്തിൽ സ്വർഗം ചോദിക്കാൻ കെൽപ്പും കരുത്തും നേടിയെടുക്കാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖുർആൻ നമുക്കെതിരായി വർത്തമാനവും തെളിവുമായി വന്നാൽ പിന്നീട് നമുക്ക് ന്യായം പറയാൻ ഏതുമേയില്ല. പഠിച്ച തമ്പുരാൻ പരലോകത്ത് ഖുർആൻ നമുക്കെതിരായി സംസാരിക്കുന്ന ദുരന്ത കാഴ്ച കാണേണ്ട രീതിയിൽ നമ്മിൽ വരുത്തി വെക്കാതിരിക്കുമാറാവട്ടെ. അത്തരം ഇസ്ലാമിന്റെ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ എതിരായി സാക്ഷി പറയുകയും എതിരായി തെളിവ് നയിക്കുകയും ചെയ്യുന്നു എങ്കിൽ നാം ഖുർആനും സുന്നത്തും ആവശ്യപ്പെട്ട സിദ്ദീഖാവാൻ തയ്യാറാവാത്തതിന്റെ ഫലമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ലക്ഷണമുള്ള സിദ്ദീഖീങ്ങളായി മാറാൻ അള്ളാഹു നമുക്ക് മാറാവട്ടെ. അവിധം ഖുർആൻ നമുക്ക് എതിരായി വർത്തമാനം പറയുന്നു എങ്കിൽ, നമുക്കെതിരായി സാക്ഷിമൊഴി നൽകുന്നു എങ്കിൽ അതിനർത്ഥം നാം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അഥവാ അല്ലാഹുവിന്റെയും തിരുനബിയുടെയും സാക്ഷികളായി മാറിയില്ല, ശുഹദാക്കളായി മാറിയില്ല എന്നാണ്. അത്തരമൊരു ദുരന്തം നമുക്ക് അനുഭവിക്കാതിരിക്കുമാറാവട്ടെ. നമ്മിൽ മരിച്ചുപോയ എല്ലാവർക്കും മറുകൾക്കും മറുപടി നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. നമ്മിൽ മരിച്ചവരുടെ ബർസഖ ജീവിതം അല്ലാഹു സ്വർഗീയ അനുഭൂതികൾ നിറഞ്ഞ ജീവിതമാക്കി മാറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മരണശേഷവും നമ്മുടെ പുനരുദ്ധാനം വരെയുള്ള നാടുകളിൽ പടച്ചവന്റെ ബർസഖിൽ സ്വർഗീയ അനുഭൂതികൾ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുമാറ് സൽക്കർമ്മചാരികളായി നല്ലത് പറഞ്ഞും നല്ലത് ചെയ്തും നല്ലതിനു വേണ്ടി എഴുന്നേറ്റും നല്ലതിനു വേണ്ടി ധനവ്യയം നടത്തിയും ജീവിക്കാൻ കഴിയുന്ന സുഹൃതവാന്മാരിൽ ഉൾപ്പെടാൻ അല്ലാഹു എനിക്കും അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവൻ നമ്മുടെ കാരണന്മാരോട് കനിയുമാറാവട്ടെ. നമ്മുടെ സ്ത്രീകളോട് അല്ലാഹു കാരുണ്യം കാണിക്കുമാറാവട്ടെ. നമ്മുടെ കുഞ്ഞു മക്കളോട് അല്ലാഹുവിന്റെ ഔദാര്യം കാണിച്ചുകൊണ്ട് ഇസ്ലാമിനെ അവരെ ഉറപ്പിച്ചു നിർത്തി നമ്മുടെ നല്ല മുൻഗാമികളായി മാറാൻ അവരെ അല്ലാഹു സഹായിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ പാഠങ്ങൾ ഉണ്ണികളെ ഒന്നായി പഠിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യം ഈ റമദാൻ കഴിഞ്ഞാൽ ഈ പഠനം മുഖേന ചിന്ത മുഖേന നമ്മുടെ മനസ്സിൽ അല്ലാഹു ഉറപ്പിച്ചു തരുമാറാവട്ടെ. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിന്റെ ആശയങ്ങളോട് വെട്ടിപ്പിടിക്കാൻ കഴിയുന്ന വലിയ വലിയ മനുഷ്യരായിട്ട് മാറാൻ അല്ലാഹു നമുക്ക് അവസരം നൽകി തരുമാറാവട്ടെ. അഭിതം ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് അവൻ സന്മനസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ തീരുമാനം നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയും നാഥനും ഓരോരുത്തരും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا من لدنك رحمة وهيئ لنا من امرنا رشدا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا توفنا مسلمين وألحقنا بالصالحين. اللهم أيد أيدينا لإقامة الدين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم ربنا توفنا مسلمين وألحقنا بالصالحين.
اللهم أعنا على ذكرك وشكرك وحسن عبادتك يا رب العالمين. اللهم آت نفسنا تقواها وزكها أنت وليها ومولاها وأنت خير من زكاها يا غفار يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بإنواع رحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.